ബാക്കിയുള്ളവർക്ക് എവിടെ പോയി? പൂജയ്ക്ക് ലീവിലാ? നാട്ടിലാ പലരും? ഓക്കെ. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്, ഓൺലൈനിലുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് മൈക്ക് ഓൺ ആക്കി തന്നെ ചോദിക്കണേ, എന്തെങ്കിലും സംശയങ്ങൾ ആ സമയത്ത് വരികയാണെങ്കിൽ. ഓക്കെ. സോ നിങ്ങൾ എല്ലാവരും ടിയർ 1 കഴിഞ്ഞ് നിൽക്കുന്ന ആൾക്കാരാണ്. ഇപ്പം ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ പ്രകാരം എത്ര മാർക്ക് കിട്ടിയ ആൾക്കാരാണെങ്കിലും അവർക്ക് കൺഫ്യൂഷൻ ആയിരിക്കും, കിട്ടുമല്ലോ എന്നുള്ളത്. എത്ര കുറഞ്ഞ മാർക്ക് കിട്ടിയ ആൾക്കാരും ചിലപ്പം കിട്ടും എന്നുള്ള സാധ്യതയിൽ നിൽക്കുകയായിരിക്കും. അതിപ്പോൾ സെലക്ഷൻ പോസ്റ്റ് ആണെങ്കിലും 180 മാർക്ക് കിട്ടിയ ആൾക്കാർ വരെ കിട്ടുമെന്നുള്ള ഡൗട്ടാണ്. അത് നോക്കണ്ട, കാരണം അതെന്താന്ന് വെച്ചാൽ നമുക്കൊരു പാറ്റേൺ ചേഞ്ചും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വന്നത് കൊണ്ട് വരുന്നൊരു പ്രശ്നമാണ്. പിന്നെ ഈ പറഞ്ഞ സാധനത്തിൽ നമ്മൾ വിചാരിക്കാത്ത എററും ബാക്കി കാര്യങ്ങളൊക്കെ വരും. ഇപ്പൊ നമുക്ക് 80 അറ്റംപ്റ്റ് ഉണ്ട് അല്ലെങ്കിൽ 90 അറ്റംപ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിൽ എത്രത്തോളം എറർ ഫ്രീ ആയിട്ട് ആൾക്കാർക്ക് എഴുതാൻ പറ്റുന്നു അവർ ഇന്നാവും. എറർ ഉണ്ടെങ്കിൽ ഒരു കഴിഞ്ഞ വർഷത്തെ ഒരു ട്രെൻഡ് ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കൊരു 125 മുകളിലൊക്കെ എക്സ്പെക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ടിയർ 2 കടക്കാം, അല്ലെങ്കിൽ ടിയർ 2 പ്രിപ്പറേഷൻ തുടങ്ങാമെന്നാണ് ഒരു എക്സാമിനേഷന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ അസ്യൂം ചെയ്യാൻ പറ്റുന്നത്. അത് അത്യാവശ്യം ഷിഫ്റ്റിൽ, പിന്നെ ചില ഷിഫ്റ്റുകൾ വളരെ നല്ലതാണ്. നമ്മളിപ്പോൾ കഴിഞ്ഞ വർഷം അസ്യൂം ചെയ്യാണ് 152 ജനറലിന്റെ കട്ട് ഓഫ് വന്നത്, 146 OBCന്റെ കട്ട് ഓഫ് വന്നത്. കഴിഞ്ഞ വർഷത്തെ പേപ്പറിൽ ഇംഗ്ലീഷ് അത്ര എളുപ്പമാണ്, GK അത്ര എളുപ്പമാണ്. എല്ലാവർക്കും GK ഒരു 20 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന GK ആണ് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത്. ഇംഗ്ലീഷും വളരെ എളുപ്പമാണ്. ഒരു നോർമൽ ലെവൽ ഓഫ് പ്രിപ്പറേഷനുള്ള ഒരാൾക്ക് 130, 140 മാർക്ക് എന്തായാലും കിട്ടുന്ന ഒരാളാണ് നോർമൽ ലെവൽ. അപ്പൊ അതിൽ വെച്ച് നിങ്ങൾ നോക്കുകയാണെങ്കിൽ GK എന്തായാലും 5 ക്വസ്റ്റിനോളം മാത്രമേ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം ഈ എക്സാമിൽ വന്നിട്ടുള്ളൂ. സോ 10 മാർക്ക് അവിടെ കട്ട് ഓഫ് കുറയേണ്ടതാണ്. ഇംഗ്ലീഷ് നല്ല ടൈറ്റ് ആണ്. ഇംഗ്ലീഷ് ടൈറ്റ് ആവുന്ന സമയത്ത് അതിനനുസരിച്ച് കട്ട് ഓഫ് താഴും. നോർമലി ഒരു 135 റേഞ്ചിൽ കട്ട് ഓഫ് നിൽക്കേണ്ടതാണ് വിത്ത് നോർമലൈസ്ഡ് സ്കോർ അടക്കം. ചില ഷിഫ്റ്റുകൾ വളരെ ഈസിയാണ്, വളരെ ഈസി ആയിട്ട് ടിയർ 1 ചില ഷിഫ്റ്റുകൾ ഉണ്ട്, എക്സെപ്റ്റ് GK ഒഴിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനത്തെ ഷിഫ്റ്റുകളിലുള്ള ആൾക്കാർ എന്തായാലും 145 മുകളിൽ തന്നെ, ഇംഗ്ലീഷ് വളരെ എളുപ്പമാണെങ്കിൽ അവരെന്തായാലും 145 മുകളിൽ അല്ലെങ്കിൽ 140 മുകളിൽ സ്കോർ ചെയ്താൽ മാത്രമേ അവർക്ക് കടക്കാനുള്ള പോസിബിലിറ്റി ഉള്ളൂ. 140 ഇംഗ്ലീഷ് വളരെ എളുപ്പമായ ഷിഫ്റ്റുകളിൽ, GKയും അത്യാവശ്യം 10-12 ഒക്കെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഷിഫ്റ്റുകൾ ഉണ്ടായിട്ടുണ്ട്. വളരെ ലിമിറ്റഡ് എണ്ണാണെങ്കിലും അത് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾ നോക്കണ്ട. ടിയർ 2 നമ്മളൊരു ഷെഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം 2.5 മാസത്തെ ഷെഡ്യൂളാണ്. അടുത്ത CGL ഓക്കെ ആയിരിക്കും കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ. ഐ മീൻ അതിൽ നിങ്ങൾക്ക് ഒരു തരത്തിലും എക്സ്ക്യൂസ് എടുക്കാൻ പാടില്ല. ഒരു തരത്തിലും എക്സ്ക്യൂസ് എടുക്കാൻ പാടില്ല. ആ ഷെഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രീതിയിൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഷെഡ്യൂളാണ്. 2.5 മാസം ഉണ്ട്. അത് ഷെഡ്യൂൾ ഇത് കുറച്ച് കഴിഞ്ഞാൽ വരും. ആ ഷെഡ്യൂൾ ഫോളോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഓൾമോസ്റ്റ് ടിയർ 1 ആണെങ്കിൽ തന്നെ ഒരു 150 മുകളിലേക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ലെവലിലേക്ക് എത്തും. ഓക്കെ. സോ നമ്മളിത് ടിയർ 2 ആദ്യമായിട്ട് കാണുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ടിയർ 2 ഒരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. സോ ടിയർ 2 3 സെക്ഷൻ ആയിട്ടുള്ളത്, സെക്ഷൻ 1, സെക്ഷൻ 2 ആൻഡ് സെക്ഷൻ 3. സെക്ഷൻ 1 എന്ന് പറയുന്നത് കുറെ പേർക്ക് പരിചയമുണ്ടാകും. പരിചയം ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ സെക്ഷൻ 1 എന്ന് പറയുന്നത് മാത്തമാറ്റിക്കൽ അബിലിറ്റി ആൻഡ് റീസണിങ്, QA ആൻഡ് റീസണിങ് ചേർന്ന 1 മണിക്കൂറിന്റെ സെക്ഷൻ ആണ്. അതിൽ 60 ക്വസ്റ്റ്യൻ ഉണ്ടാവും. 30 ക്വസ്റ്റ്യൻ QA ആണ്, 30 ക്വസ്റ്റ്യൻ എന്താണ്? റീസണിങ് ആണ്. സോ 30 ക്വസ്റ്റ്യൻസ് റീസണിങ്, 30 ക്വസ്റ്റ്യൻസ് QA. 60 ക്വസ്റ്റ്യൻ ആണ്. 60 × 3 എത്ര മാർക്ക് ഉണ്ട്? 180 മാർക്കാണ്. ഇതിൽ ഏറ്റവും വലിയ ഇഷ്യൂ എന്ന് പറയുന്നത് ടൈം മാനേജ്മെന്റ് ആണ്. ടൈം മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 60 ക്വസ്റ്റ്യൻ എങ്ങനെ 1 മണിക്കൂറിനുള്ളിൽ തീർക്കാൻ പറ്റുന്നതാണ്. തുടക്കം നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന ഒരാൾക്ക് ചിലപ്പോൾ 60 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് 1 മണിക്കൂറിനുള്ളിൽ തീർക്കാൻ പറ്റൂല. അതൊരു 10-30ഓളം സെക്ഷൻ 1 മോക്കുകൾ എടുത്തതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ലെവലിലേക്ക് എത്താൻ പറ്റൂ. ഓക്കെ. സോ ഇതില് നമുക്ക് കഴിഞ്ഞ വർഷത്തെ പേപ്പറൊക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ വളരെ എളുപ്പമാണ്. സെക്ഷൻ 1 വളരെ എളുപ്പമായിരുന്നു. പക്ഷെ വളരെ എളുപ്പമാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 3 എണ്ണം തെറ്റിയാൽ അതിന്റെ കഥ മാറി. 3 എണ്ണം നിങ്ങൾക്ക് തെറ്റിക്കഴിഞ്ഞാലോ, 3 എണ്ണം നിങ്ങൾ അറ്റൻഡ് ചെയ്തില്ലെങ്കിലോ, 3 എണ്ണം നിങ്ങൾക്ക് തെറ്റിക്കഴിഞ്ഞാൽ 12 മാർക്ക് ഒറ്റയടിക്ക് കുറയും. ടിയർ 1 പോലെയല്ല. നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന 3 മാർക്ക് പ്ലസ് 1 മാർക്ക് നെഗറ്റീവ് മാർക്ക്, 3 × 4 12 മാർക്ക് ഒറ്റയടിക്ക് കുറയും. 3 × 3 6 എണ്ണം തെറ്റിയാൽ നിങ്ങൾ ഉദ്ദേശിച്ചതിന്റെ 24 മാർക്ക് കുറയും. അത് മതി നിങ്ങൾ എവിടുന്ന് പുറത്തു പോകാൻ, ഗെയിമിൽ നിന്ന് പുറത്തു പോകാൻ. സോ വളരെ ഈസി ആണെങ്കിലും പ്രശ്നമാണ്, വളരെ ടഫ് ആണെങ്കിൽ നെഗറ്റീവ് വരില്ല. വളരെ ഈസി ആണെങ്കിൽ എന്ത് നന്നായിട്ട് കൂടും? നെഗറ്റീവ് മാർക്കിംഗ് നന്നായിട്ട് കൂടും. ഓക്കെ. സോ ഇതിൽ ടൈം മാനേജ്മെന്റും എറർ ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളതുമാണ്
എറർ ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും വലിയ. ഇൻകറക്റ്റ് അറ്റംപ്റ്റ് കുറയ്ക്കുക. എത്ര എണ്ണോ നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ, നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നത് 50 ആണെങ്കിൽ 3 × 50 150 മാർക്ക് നിങ്ങൾക്ക് കിട്ടണം. ആ രീതിയിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്ത് പഠിക്കണം. അതിന് സെക്ഷൻ 1ന്റെ മോക്ക് നിങ്ങൾ ഡെയിലി എടുത്തേ പറ്റും. ഡെയിലി സെക്ഷൻ 1ന്റെ ആദ്യമൊക്കെ എഴുതുന്ന സമയത്ത് നന്ന കുറവായിരിക്കും. 120 130 റേഞ്ചിലൊക്കെ നിങ്ങൾ ഉണ്ടാവും. കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് എത്രേന്റെ മുകളിലേക്ക് എത്താൻ പറ്റും? 150 160. അപ്പൊ ഇവിടെ നമ്മൾ സെക്ഷൻ 1 അറ്റൻഡ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ സെക്ഷൻ 1 നോക്കുന്ന സമയത്തോ 30 മാർക്കിന്റെ ക്യൂ ഉണ്ട്, 30 മാർക്കിന്റെ RA ഉണ്ട്. നിങ്ങൾ ഡെഫിനറ്റ്ലി 55 മിനിറ്റിൽ സെറ്റ് ചെയ്തേ പഠിച്ചേ പറ്റും. 55 മിനിറ്റ്സിൽ നിങ്ങൾ അത് സെറ്റ് ചെയ്ത് ചെയ്യണം. നമ്മൾ ഈ സെക്ഷനിൽ നിങ്ങൾക്ക് തരുന്ന മോക്സുകളെല്ലാം 55 മിനിറ്റ്സിലാണ് സെറ്റ് ചെയ്തത്. തുടക്കം നിങ്ങൾക്ക് പറ്റില്ല. തുടക്കം നിങ്ങൾ ഡെഫിനറ്റ്ലി 1 മണിക്കൂർ എടുക്കും. 55 മിനിറ്റിൽ തീർക്കാൻ പറ്റില്ല. പക്ഷെ 55 മിനിറ്റ് തീർത്തിട്ട് അവസാനമാകുമ്പോഴത്തേക്ക് ഒരു 10 40 50 മോക്കിലേക്ക് നിങ്ങൾ എത്തുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഈ 55 മിനിറ്റിൽ തീർത്തിട്ട് 5 മിനിറ്റ് ബാക്കി ഉണ്ടാവും. 55 മിനിറ്റിൽ 5 മിനിറ്റ് ബാക്കിയുള്ള ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തും. ആ ഒരു സിറ്റുവേഷനിലേക്ക് എത്തണം. ആ ഒരു സിറ്റുവേഷനിൽ എത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ടൈം മാനേജ്മെന്റ് ചെയ്യാൻ പറ്റും. ഡെഫിനറ്റ്ലി ഏത് മോക്ക് നിങ്ങൾ എടുക്കുകയാണെങ്കിലും 55 മിനിറ്റ്സിൽ സെറ്റ് ചെയ്യണം. 5 മിനിറ്റ് അവിടെ ഫ്രീ ആയിരിക്കും. ഓക്കെ. പിന്നെ ഇവിടെ ഉള്ള വേറെ പ്രശ്നം, നിങ്ങൾക്ക് ഇപ്പം എല്ലാവർക്കും ഉള്ള ഒരു ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും. മാത്തമാറ്റിക്കൽ എബിലിറ്റി അല്ലെങ്കിൽ QA സെറ്റാണ്, RAയും സെറ്റാണ്, ഇനി ഇത് നോക്കണ്ട എന്നുള്ളത്. പക്ഷെ 3 മാസം ഉണ്ട്. ഈ 3 മാസം നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ടോപ്പിക് വൈസ് ആയിട്ട് തന്നെ ചെയ്തിട്ടില്ലെങ്കിൽ, അല്ലാണ്ട് നിങ്ങൾ ഈ സെക്ഷനിൽ എടുക്കുമ്പോഴുള്ള QA അത് മാത്രം മതി, അതിൽ എല്ലാ ടോപ്പിക്കും കവർ ചെയ്തു വന്നാൽ 3 മാസം ഒരു വലിയ ടൈമാണ്. അവിടേക്ക് എത്തുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഓരോ ടോപ്പിക് വൈസിന്റെയും സ്പീഡ് പോയിക്കോളും. അതുകൊണ്ട് ഇതിന്റെ കൂടെ തന്നെ എന്തും കൊണ്ടുപോകണം? ടോപ്പിക് വൈസ് ആയിട്ട് തന്നെ നിങ്ങൾ QAയും കൊണ്ടുപോകണം. പിന്നെ പലർക്കും ഉള്ള സംശയങ്ങളായിരിക്കും, ഞാൻ ഇത്രയും സെറ്റായി, ബാക്കിയെല്ലാം സെറ്റാണ്, ഇനി GK മാത്രം കൊടുത്തേക്കാം. അങ്ങനെ GK മാത്രം 7-8 മണിക്കൂർ കൊടുക്കും, അതിലും ഒരു കാര്യമില്ല. അങ്ങനെ 7-8 മണിക്കൂറായിട്ട് കൊടുത്ത ആൾക്കാരാണ് ഇപ്പം GK എക്സാം പോയി എഴുതിയപ്പോൾ എത്ര ക്വസ്റ്റ്യൻസ് മാത്രം ആൻസർ ചെയ്യാൻ പറ്റി? 5 ക്വസ്റ്റ്യൻ മാത്രം ആൻസർ ചെയ്യാൻ പറ്റി. GK അത്ര വാസ്റ്റ് ആണ്. സ്ട്രക്ചർഡ് ആയിട്ടുള്ള സിലബസിലേക്ക് അല്ലെങ്കിൽ ഷെഡ്യൂളിലേക്ക് നമുക്ക് കടക്കാം. ഇനി അടുത്തത്, ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞു, ബാക്കിയുള്ളത് ഞാൻ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. സെക്കൻഡ് സെഷൻ എന്ന് പറയുന്നത് ഇത് വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ്. ഈ വർഷം ഡിസൈഡ് ചെയ്യുന്ന സാധനം ഇതായിരിക്കും. കാരണം ലാസ്റ്റ് SSCന്റെ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ അതിന്റെ ഒരു സർക്കുലർ ഇറക്കിയ സമയത്ത് അതിൽ പറഞ്ഞിട്ടുണ്ട്, സിലബസിലുള്ള ഇഷ്യൂ, ടോപ്പിക്കിലുള്ള ഇഷ്യൂ ക്ലിയർ ചെയ്തു എന്നാ പറഞ്ഞത്. സെലക്ഷൻ പോസ്റ്റിന്റെ ടോപ്പിക്കിലുള്ള ഇഷ്യൂ ക്ലിയർ ചെയ്തു എന്നും പറഞ്ഞിട്ടാണ് അവര് ലാസ്റ്റ് സർക്കുലർ ഇറക്കി. അതായത് നിങ്ങൾ CGLന്റെ Tier 1 നോക്കുമ്പോഴത്തേക്കും അറിഞ്ഞിട്ടുണ്ടാവും QA എന്തായി മാറിയിട്ടുണ്ട്? വളരെ ഈസി ആയിട്ട് മാറിയിട്ടുണ്ട്. എന്ന് വെച്ചിട്ട് Tier 2 വളരെ എന്താവണമെന്നില്ല, ഈസി ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. Tier 2 ഒരു ഷിഫ്റ്റ് തന്നെ നടത്താനാണ് നോക്കുന്നത്. അപ്പം അത് വളരെ ഈസി ആവണമെന്നൊന്നും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. എന്നാലും അതിൻ്റെതാണ് സിലബസിൽ അല്ലെങ്കിൽ സെലക്ഷൻ പോസ്റ്റിൽ വന്ന പ്രശ്നങ്ങൾ എന്തിലേക്ക് മാറ്റിയത്? CGL Tier 1 ആകുമ്പോഴത്തേക്ക് സംഭവം മൊത്തം ക്ലിയർ ആക്കി എന്ന് പറഞ്ഞത്. ഓക്കെ. നൗ സെക്കൻഡ് സെക്ഷനിൽ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രിഹെൻഷൻ. ഇവിടെ 45 ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ 45 ക്വസ്റ്റ്യനിൽ കഴിഞ്ഞ എക്സാമിൽ ഒരുവിധ എല്ലാ ആൾക്കാർക്കും, കൂടുതൽ ആൾക്കാർക്കും 45, 43, 44 മാർക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. അത് ഈ വർഷം നടക്കൂല. അത് ഈ വർഷം നടക്കൂല എന്നല്ല, എല്ലാവർക്കും കിട്ടുന്ന ആ ഒരു സാധ്യതയില്ല. കാരണം TCS ബൈഹാർട്ടാക്കി പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്ത് കിട്ടായിരുന്നു? 45 കിട്ടായിരുന്നു. ഇപ്പൊ അതല്ല. പക്ഷെ വേറൊരു പ്രശ്നമുണ്ട്. Tier 1 നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കി ചെയ്യാനുള്ള എന്തില്ലായിരുന്നു? ടൈം ഇല്ലായിരുന്നു. ഇവിടെ എന്ത് കിട്ടും? ടൈം കിട്ടും. ടൈം കിട്ടുമ്പോഴുള്ള പ്രശ്നം എന്താണ്? എറർ കൂടും. ടൈം നന്നായിട്ട് കിട്ടുമ്പോൾ നിങ്ങൾ എല്ലാം അറ്റൻഡ് ചെയ്യും. അപ്പൊ എന്തും കൂടും? എററും കൂടും. സോ ഇവിടെ കൃത്യമായ ഒരു അപ്രോച്ച് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രിഹെൻഷന് കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങളെ കയ്യിൽ നിന്ന് 45 പോകും. 45 ഒരു എറർ, 5 എറർ വന്നാൽ മതി. 5 എറർ ഈസ് ഈക്വൽ ടു -20. നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന 20 മാർക്ക് കുറവാണ് 5 എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. 5 ക്വസ്റ്റ്യൻ നിങ്ങൾ വിചാരിക്കരുത്. 45 ശരിയായ ഒരാൾക്ക് 135 കിട്ടുമ്പോൾ 40 ശരിയായിട്ടുള്ളൂ എങ്കിൽ 5 എണ്ണം തെറ്റിയ ആൾക്ക് 115 കിട്ടും. 20 മാർക്ക് അവിടെ കുറയും. സോ ഒരു ക്വസ്റ്റ്യന് വളരെ വളരെ റെലവൻറ്റും ഇമ്പോർട്ടൻസും സെക്ഷൻ അല്ലെങ്കിൽ Tier 2 സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അപ്പൊ ഇതിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രിഹെൻഷനിൽ കൃത്യമായിട്ട് ഇവിടെ നമ്മൾ ഈ ഒരു സാധനം 45, 25, 70 ക്വസ്റ്റ്യൻ എങ്ങനെ മോക്ക് എടുക്കുന്നു വെച്ച് കഴിഞ്ഞാൽ നോർമലി നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അരമണിക്കൂർ കൊണ്ട് തീരും. എന്നിട്ട് പിന്നെയും പോവുകയാണ് ചെയ്യുക. അത് ചെയ്യരുതൊരിക്കലും. അത് ചെയ്യുന്ന സമയത്ത് ഓരോന്നിനും നിങ്ങൾക്ക് വേണ്ട സമയം ഫസ്റ്റ് റൗണ്ട് തന്നെ കൊടുത്തോളാം. രണ്ടാമത്തെ റൗണ്ട് തന്നെ ഒരു സാധനം സെക്ഷൻ 2 എടുക്കരുത്. ഫസ്റ്റ് റൗണ്ടിൽ നിങ്ങൾക്ക് വേണ്ടത് കൊടുക്കുക. ഒരു പാരഗ്രാഫ് ഉണ്ട്, ഒരു പാസേജ് ഉണ്ട്, അത് കോംപ്രിഹെൻഡ് ചെയ്യണം. കോംപ്രിഹെൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് 20 മിനിറ്റ് വേണം. 20 മിനിറ്റ് കൊടുക്കാൻ നിങ്ങൾക്ക് കിട്ടും. ഇവിടെ അത്രയും കൊടുക്കുക. അത്രയും കൊടുത്തിട്ട് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ കുത്തുക, അറിയില്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. ദിസ് ഈസ് പെർമനന്റ് സ്കിപ്പ്. അവിടേക്ക് ഒരു സെക്കൻഡ് റൗണ്ട് വരാൻ പാടില്ല. സെക്കൻഡ് റൗണ്ടിൽ വന്നാൽ നിങ്ങൾ പിന്നെയും കുത്തും, വേറെ മാറ്റി കുത്തും. നിങ്ങൾക്ക് അറിയാവുന്നത് 5 മിനിറ്റ് ആണ്. 5 മിനിറ്റ് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട്, പിന്നെ ആലോചിച്ചാൽ നിങ്ങൾക്ക് കിട്ടൂല.
സോ ഒരു 45-50 മിനിറ്റ് കൊണ്ട് ഇത് ഫിനിഷ് ചെയ്താൽ മതി ഈ സെക്ഷൻ. 30 മിനിറ്റ് കൊണ്ടോ 20 മിനിറ്റ് കൊണ്ടോ ഫിനിഷ് ചെയ്യരുത്. ഓക്കെ, അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ പല സ്ഥലത്തും എടുക്കുന്ന, പല പ്ലാറ്റ്ഫോമിൽ എടുക്കുന്ന മോക്കുകളിൽ നിങ്ങൾക്ക് ഈ 45, 25, 70 ക്വസ്റ്റ്യൻ കഴിഞ്ഞാൽ സബ്മിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എന്നുവെച്ചാൽ 25 മിനിറ്റ് കൊണ്ട് നിങ്ങൾ ഫിനിഷ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സബ്മിറ്റ് ചെയ്യാം. അത്തരം മോക്കുകൾ നിങ്ങൾ എടുത്താലുള്ള പ്രശ്നം എന്താ വെച്ചാൽ നിങ്ങൾക്ക് 25 മിനിറ്റിൽ റിയൽ എക്സാമിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. ബാക്കി 35 മിനിറ്റ് ഉണ്ട്. അപ്പൊ ആ ടൈം മാനേജ്മെന്റ് കൂടി നിങ്ങൾ പഠിക്കണം. എക്സ്ട്രാ ടൈം നിങ്ങൾക്ക് കിട്ടുന്നത് എങ്ങനെ മാനേജ് ചെയ്യാന്നുള്ളത്. സോ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് മാത്രം ഫിനിഷ് ആവുന്ന മോക്ക് മാത്രമേ എടുക്കാവൂ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ടൈം മാനേജ്മെന്റ് പഠിക്കാൻ പറ്റില്ല. ഇനി 2 മണിക്കൂർ കഴിഞ്ഞ മോക്കാണ്, അരമണിക്കൂർ കൊണ്ട് നിങ്ങൾ കഴിഞ്ഞു, പിന്നെ നിങ്ങൾ അവിടെ നിർത്തി എണീറ്റ് പോയി സ്ക്രീൻ ഓട്ടോമാറ്റിക്കലി അതും ചെയ്യരുത്. നിങ്ങൾ അവിടെ തന്നെ നിന്നിട്ട്, ഇല്ലെങ്കിൽ നിങ്ങൾ ആ എക്സാം ഹോളിൽ ആ 30 മിനിറ്റ് നിങ്ങൾക്ക് വെറുതെ ഇരിക്കാൻ തോന്നൂല. അതുകൊണ്ടാണ് നിങ്ങൾ ഏത് എക്സാം ആണെങ്കിലും സെക്ഷൻ 2 എടുക്കുന്ന സമയത്ത് അത് 45-50 മിനിറ്റ് കൊണ്ടേ ഫിനിഷ് ചെയ്യാവും. അത്രയും നിങ്ങൾ വായിച്ചോളൂ. രണ്ടാമത്തെ റൗണ്ടിലേക്ക് പോയി ജി കെ ആണെങ്കിലും, ജി കെയിലാണ് നിങ്ങൾ ആദ്യം തുടങ്ങുന്നതെങ്കിൽ, ജി കെയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. 2 മിനിറ്റ് എടുക്കണം, അല്ലെ 1 മിനിറ്റ് എടുക്കണം. 1 മിനിറ്റ് എടുത്ത് വായിച്ചോ. കിട്ടൂലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് വന്നാൽ നിങ്ങൾക്ക് കിട്ടൂല, നിങ്ങൾക്ക് തന്നെ ഉറപ്പാണല്ലോ. ഓക്കെ, ഗസ് ചെയ്യണമെങ്കിൽ ഗസ് ചെയ്യാം. എന്താണെങ്കിലും ആ ഒരു ഫസ്റ്റ് റൗണ്ടിൽ തീർത്തിരിക്കണം. 50 മിനിറ്റ് കൊണ്ട് അത് ഫിനിഷ് ചെയ്തിരിക്കും. അത്ര മതി. പിന്നുള്ളത് അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി കമ്പ്യൂട്ടർ നോളജ് ആണ്. കമ്പ്യൂട്ടർ നോളജിൽ 20 മാർക്ക് ഉണ്ട്, 20 ക്വസ്റ്റ്യൻ ഉണ്ട്, 60 മാർക്ക് പാസ് മാർക്കാണ് വേണ്ടത്. 6 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 18 മാർക്ക് കിട്ടിയാൽ നിങ്ങൾ പാസ്സായി. ജനറലിൽ OBC ആണെങ്കിൽ 15, മറ്റവർക്ക് 12 ആണുള്ളത്, SC/ST. ഇനി ഇതിൽ ചില പോസ്റ്റുകൾക്ക് ജനറലിന് 27 വേണം. അപ്പൊ നമ്മൾ 27 എയിം ചെയ്യുന്നത് നല്ലതാണ്. 27 തന്നെ എയിം ചെയ്യാം. 18 മതി നമുക്ക് മെജോറിറ്റി പോസ്റ്റുകൾക്കും, പക്ഷെ ചില പോസ്റ്റുകൾക്ക് 27 വേണം. പിന്നെ അത് കഴിഞ്ഞ ഒരു ടൈപ്പിംഗ് ടെസ്റ്റ് ആണ്, ഡാറ്റ എൻട്രി ടെസ്റ്റ് ഉണ്ട്, 15 മിനിറ്റ് ഉണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും സ്വന്തമായിട്ട് ടൈപ്പിംഗ് ബാബേല വെച്ചിട്ട് നിങ്ങൾ ടൈപ്പിംഗ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഒരു 22, 23 ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ ഡെയിലി അരമണിക്കൂർ വെച്ച് പ്രാക്ടീസ് ചെയ്യാം. അത് മതി. ടച്ച് ടൈപ്പിംഗ് ഒന്നും ഇതിനാവശ്യമില്ല. CHSL വേണ്ടി വരും ചിലപ്പോൾ 35 ആകുമ്പോഴത്തേക്ക്. ഇതിനാവശ്യമില്ല. നിങ്ങൾക്ക് ഇപ്പോൾ 20, 21, 22 ഒക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരു മാസം കൊണ്ട് അത് എത്രയിലേക്ക് എത്തിക്കോളും? 27 മുകളിലേക്ക് എത്തിക്കും. ഒരു 30 എത്തിയിട്ട് 30 എത്തിക്കാം, ഒരു 30 വരെയൊക്കെ എത്തിക്കാം. ഓക്കെ, എററും ഉണ്ട്. 20%, 15% എറർ അലൗഡ് ആണ്. അപ്പൊ ആ 15% എറർ കൂടി ആവുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് എന്തായാലും അത്യാവശ്യം സ്പീഡ് എല്ലാവർക്കും കിട്ടും. വലിയ ഇഷ്യൂ ഉള്ള കാര്യമല്ല. പക്ഷെ ഇപ്പോഴേ നോക്കുക നിങ്ങളുടെ സ്പീഡ് എത്ര ഉണ്ട് എന്നുള്ളത്. അപ്പൊ ഇത്രയാണ് ഇതിന്റെ സിലബസ് എന്ന് പറയുന്നതും എക്സാം പാറ്റേൺ എന്ന് പറയുന്നതും. അത് എഴുതേണ്ട സെക്ഷൻ 1 എഴുതേണ്ട, സെക്ഷൻ 2 എഴുതേണ്ട രീതി ഞാൻ പറഞ്ഞു. ഈ സെക്ഷൻ 1 എഴുതേണ്ട രീതി നമ്മൾ 55 മിനിറ്റിൽ ഡെഫിനറ്റ്ലി സെറ്റ് ചെയ്യണം. ആദ്യത്തെ 20 മിനിറ്റ് കൊണ്ട് നിങ്ങൾ റീസണിങ് ഫിനിഷ് ചെയ്യണം. റീസണിങ് ഫിനിഷ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് 2 റൗണ്ട് പോവാം. 30 ക്വസ്റ്റ്യൻ ഉണ്ട് റീസണിങ്ങിൽ. ഒരു 15 മിനിറ്റ് കൊണ്ട് ഒരു 25 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, അല്ലെങ്കിൽ വളരെ ഈസിയിൽ കിട്ടുന്ന 25 ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതൊരു 15 മിനിറ്റ് കൊണ്ട് തീർക്കുക. ബാക്കിയുള്ള 5 മിനിറ്റ് നെക്സ്റ്റ് 5 ക്വസ്റ്റ്യൻ. 5 ക്വസ്റ്റ്യൻ എന്തോ ആട്ടെ, 5 ചിലപ്പോൾ 7 ക്വസ്റ്റ്യനിലേക്ക് പോയിക്കോണം, കുറച്ച് ലെങ്തി ഉള്ളത്. ഒരു 5 മിനിറ്റ് കൊണ്ട് നിങ്ങൾ ആ 7 ക്വസ്റ്റ്യൻ സെക്കൻഡ് റൗണ്ടിൽ തീർക്കുക. അതിൽ എത്രത്തോളം തീർന്നില്ലയോ 20 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നിങ്ങൾ സ്വിച്ച് ചെയ്തിട്ട് ഏതിലേക്ക് പോകണം? QA പോയിരിക്കും. QAയും എപ്പോഴും ഞാൻ പറയുന്നതാണ് എത്ര റൗണ്ട് പോകണം? 2 റൗണ്ട് പോയിരിക്കണം. ആദ്യത്തെ റൗണ്ടിൽ ഒരു 3 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഞാൻ സ്ഥിരമായിട്ട് പറയുന്നതാണ്, അത് നിങ്ങൾ സ്കിപ്പ് ചെയ്യണം. രണ്ടാമത്തെ റൗണ്ടിലേക്ക് വരണം. ആദ്യത്തെ റൗണ്ടിൽ നിങ്ങൾക്ക് കണ്ടുപരിചയമില്ലാത്ത ക്വസ്റ്റ്യൻസ്, സ്റ്റക്കായി പോകുന്ന ക്വസ്റ്റ്യൻസ്, വളരെ ലെങ്തി ആയിട്ട് ഫീൽ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്, ഈ 3 സാധനങ്ങളും നിങ്ങൾ സ്കിപ്പ് ചെയ്യണം. സ്കിപ്പ് ചെയ്തിട്ട് സെക്കൻഡ് റൗണ്ടിലേക്ക് പോകണം. സെക്കൻഡ് റൗണ്ടിൽ നിങ്ങൾ അത് ഫിനിഷ് ചെയ്യണം. 55 മിനിറ്റ് കൊണ്ട് അത് ഫിനിഷ് ചെയ്യുക. അതായത് 20 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്തിലേക്ക് തിരിച്ചു പോകരുത്? റീസണിങ്ങിലേക്ക് നിങ്ങൾ തിരിച്ചു പോകരുത്. കാരണം QAക്ക് അത്രയും സമയങ്ങൾക്ക് വേണ്ടി വരും. 55 മിനിറ്റ് സെറ്റ് ചെയ്യുക. 55 മിനിറ്റ് ഈ രീതിയിൽ നിങ്ങൾ പഠിക്കുക. എന്തോ ആയിക്കോട്ടെ, ഏറ്റവും അവസാനം നിങ്ങൾ ഓർക്കേണ്ടത് ഒരു 5 മിനിറ്റ് കൂടി നിങ്ങൾക്ക് ഉണ്ട് എന്തായാലും. ആ 5 മിനിറ്റ് വേണം നിങ്ങൾക്ക് റീസണിങ്ങിലേക്ക് കൊണ്ടുപോകാം. 55 മിനിറ്റിൽ നിങ്ങൾ സെറ്റ് ചെയ്തത് എക്സാം എഴുതാൻ കൃത്യമായിട്ട് എക്സാം എഴുതാനേ പറയും. നിങ്ങൾ വെറുതെ എനിക്ക് ടയർ 1 ചിലപ്പോൾ 180 മാർക്ക് കിട്ടിയ ആൾക്കാരുണ്ടാവും. അവർ Tier 2 എഴുതുമ്പോൾ ചിലപ്പോൾ 240, 230, 200 ഒക്കെ ഉണ്ടാവും. Tier 1 ചിലപ്പോൾ 120, 130 കിട്ടുന്നുണ്ട്. അവർ എഴുതുമ്പോൾ ചിലപ്പം 300ന്റെ അടുത്തെത്തും. അങ്ങനെ സ്ഥിരമായിട്ട് സംഭവിക്കാറുണ്ട്. കാരണം Tier 2 ഇംഗ്ലീഷിന്റെ മാർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നിങ്ങൾ Tier 1 മാർക്കും Tier 2 മാർക്കും ഒരു തരത്തിലും കമ്പയർ ചെയ്യാൻ പറ്റൂല. ആൻഡ് ഒരു കാര്യമുണ്ട്, നിങ്ങൾ 200, 210 നിൽക്കുകയാണെങ്കിലും നിങ്ങൾക്ക് അതൊരു Tier 1 നിങ്ങൾ നോക്കുകയാണെങ്കിൽ 110 നിൽക്കുന്ന, 120 നിൽക്കുന്ന ഒരാൾക്ക് 150 എത്തിക്കാൻ പലപ്പോഴും 6-7 മാസം എടുക്കും. എന്നാൽ Tier 2 സംബന്ധിച്ചിടത്ത് 210 നിൽക്കുന്ന ഒരുത്തിന് 300, 310 എത്തിക്കാൻ 2 മാസം മതി. വെറും 2 മാസം കൊണ്ട് അത് എത്തിക്കാൻ പറ്റും. അതൊരു സ്ട്രക്ചേർഡ് അപ്രോച്ച് ഉണ്ടെങ്കിൽ അത് എത്തിക്കാം, ഒരു വിഷയമില്ല. അതാണ് അതിന്റെ Tier 1, Tier 2 തമ്മിൽ നല്ല വ്യത്യാസം. കഴിഞ്ഞ പ്രാവശ്യം ഇവിടുന്ന് കിട്ടിപ്പോയ ഒരുപാട് ആൾക്കാർ ഫസ്റ്റ് ടെസ്റ്റ് എഴുതുന്ന സമയത്ത് 210 മാർക്കേ ഉള്ളൂ. അവർ 335 എത്തിയിട്ടുണ്ട് ജസ്റ്റ് 3 മാസം കൊണ്ട്. അത് ആ ഒരു പാറ്റേൺ എഴുതുന്ന നിങ്ങൾ ക്ലിയർ ആക്കിയാൽ തന്നെ മാർക്ക് നിങ്ങൾ നന്നായിട്ട് കയറും. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് നമ്മളെ ഒരു
കോഴ്സ് പ്ലാൻ അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കേണ്ട ഒരു രീതി എന്നുള്ളത്. ഓക്കെ, നമ്മളെ ഷെഡ്യൂൾ ഞാൻ ആദ്യം പറയണം. ഓക്കെ, ഷെഡ്യൂൾ ആദ്യം പറയാം. ഒരു കാര്യം കൂടി, ഈ Tier 1 ക്ലിയർ ചെയ്യുന്ന ഉറപ്പുള്ള ആൾക്കാരാണെങ്കിൽ അവർ Tier 2 വേണ്ടിയിട്ട് ക്ലാസ് കണ്ട് സമയം പോക്കരുത്. എക്സ്ട്രാ ടോപ്പിക്കിന്റെ ക്ലാസ് മാത്രമേ നിങ്ങൾ കാണേണ്ടി വരൂ. Tier 2 വേറെ ടോപ്പിക്കുകളില്ല. എക്സ്ട്രാ ടോപ്പിക്കുകൾ ഏതാണെന്ന് വെച്ചാൽ അതിന്റെ ക്ലാസ് മാത്രമേ ഉള്ളൂ. ബാക്കി നിങ്ങൾ ഏതിൻ്റെതാണെങ്കിലും, GK ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും QA ആണെങ്കിലും RA ആണെങ്കിലും നിങ്ങൾ ക്ലാസ് കാണുന്നത് നിങ്ങളെ സമയം നഷ്ടമാണ്. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്തിലേക്ക് എത്തൂ, ആ മാർക്കിലേക്ക് എത്താൻ പറ്റൂ. കട്ട് ഓഫ് കടക്കേണ്ട മാർക്കിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. ഓക്കെ, സോ നിങ്ങളൊരു ടൈം അലോട്ട്മെന്റ് ഞാൻ ഏറ്റവും ലാസ്റ്റ് പറയാൻ തോന്നുന്നു, അതായിരിക്കും നന്നാവുക. ക്ലാസ്സുകൾ നമ്മൾ ഈ ഷെഡ്യൂളിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ടുള്ള ടോപ്പിക്കിന്റെ റെക്കോർഡർ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് കമ്പ്യൂട്ടർ അവയർനെസിന്റെ ഒരു 12 കമ്പ്യൂട്ടർ അവയർനെസ് കൂടി ഉണ്ട്. നമുക്കറിയാം കമ്പ്യൂട്ടർ അവയർനെസ് ഇമ്പോർട്ടന്റ് ആണ്. ഡെയിലി എങ്ങനെ കൊടുക്കണം എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം. റെക്കോർഡർ ക്ലാസ്സുകൾ 12 മണിക്കൂറിന്റെ റെക്കോർഡർ ക്ലാസ് ഉണ്ട്. ഇത് കണ്ടതിന് ശേഷം മാത്രമേ നിങ്ങൾ കമ്പ്യൂട്ടർ അവയർനെസ് പ്രാക്ടീസ് ചെയ്യാൻ പാടുള്ളൂ, കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ. കാരണം അത് മലയാളത്തിലുള്ള എല്ലാ സിലബസും കവർ ചെയ്യുന്ന ബേസ് ക്ലാസ് ആണ്. 12 അവേഴ്സിന്റെ ബേസ് ക്ലാസ് ഉണ്ടാവും. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷൻ ഉണ്ടാവും, ലൈവ് ക്ലാസ്. അത് ഏറ്റവും അവസാനമായിട്ടായിരിക്കും ഉണ്ടാവുക. നിങ്ങളെ എല്ലാം റെഡി ആയി കഴിഞ്ഞതിന് ശേഷം ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എല്ലാം വെച്ചിട്ട്. അപ്പൊ ആ ബേസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് CS ബാക്ക്ഗ്രൗണ്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് ഇതിനു വേണ്ടി അധികം സമയമൊന്നും കൊടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. അത്യാവശ്യം അറിയുന്ന കാര്യങ്ങളായിരിക്കും. കാരണം 20 ക്വസ്റ്റ്യനിൽ 6 ക്വസ്റ്റ്യൻ ചെയ്താൽ മതി, മാക്സിമം 9 ക്വസ്റ്റ്യൻ ചെയ്താൽ മതി, 27 മാർക്കായി. അപ്പോൾ അതിനുവേണ്ടി അധികം ആ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആൾക്കാർക്ക് അധികം സമയം കൊടുക്കേണ്ടി വരും. മറ്റവരെ സംബന്ധിച്ചിടത്തോളം കൂടുതലും പുതിയതായിരിക്കും. അവർ ആ ബേസ് കണ്ടതിന് ശേഷം ബേസ് സെറ്റായിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കണം. ക്വസ്റ്റ്യൻസും നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഇംഗ്ലീഷിന്റെ ഈ ഒരു സാധനത്തിന്റെ ഒരു ക്ലാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും, ഒരു ഫുൾ ക്ലാസ്. കാരണം ക്ലോസ് ടെസ്റ്റ്, പാരാജംപിംഗ് ആൻഡ് കോംപ്രിഹെൻഷൻ, അത് കുറച്ചുകൂടി കഴിഞ്ഞതിന് ശേഷം അത് ആവശ്യമുള്ളവർ മാത്രം അറ്റൻഡ് ചെയ്തു. 2025 പേപ്പർ നമുക്ക് ഔട്ട് ചെയ്തതിന് ശേഷം അതിലെ ബെസ്റ്റ് ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് QAന്റെ ഒരു ക്ലാസ്. ബെസ്റ്റ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കുക. അത് നിങ്ങൾ തന്നെ തപ്പി കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ബെസ്റ്റ് ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് അതിന്റെ ക്ലാസ്. വലിയ ബെസ്റ്റ് ക്വസ്റ്റ്യൻസ് ഒന്നും വരാനില്ലാന്ന് തോന്നുന്നു. സെലക്ഷൻ ബോക്സ് നോക്കിയ സമയത്ത് അതിലൊന്നും വലിയ മാറ്റമുള്ള ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. പുതിയ സാധനങ്ങൾ കുറച്ച് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. റീസണിങ്ങിലാണെങ്കിൽ ഒന്നുമില്ല, വളരെ സിമ്പിൾ റീസണിങ് ആണ്. ഇൻ ദ സെൻസ് നിങ്ങൾ ആ ഒരു പാനിക് ആയിപ്പോയി. ഇതുവരെ കണ്ട് പരിചയമില്ലാത്ത സാധനം കണ്ടപ്പം എന്തായി എന്ന് മാത്രമേ ഉള്ളൂ. അതേ സാധനം ഇപ്പം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവരും എഴുതാം, കാരണം നിങ്ങൾ അത് പരിചയമായി കഴിഞ്ഞു. അത് മാത്രമേ അതിന്റെ വ്യത്യാസമുള്ളൂ. QA ഒന്നും ഞാൻ നോക്കി, റീസണിങ് ഒരുവിധം എല്ലാ പേപ്പറും നോക്കി. പേപ്പർ നോക്കിയ സമയത്ത് അതിലൊന്നും QAയിൽ വളരെ ലിമിറ്റഡ് ആയിട്ട് മാക്സിമം നിങ്ങൾക്ക് നോക്കാൻ പറ്റുകയാണെങ്കിൽ ഒരു 5 or 6 ക്വസ്റ്റ്യൻ എല്ലാ ഷിഫ്റ്റൊന്നും കൂടി അതേ ഉള്ളൂ അത്യാവശ്യം ടഫായിട്ട് വന്നത്, ലെവലുള്ള ക്വസ്റ്റ്യൻ ആയിട്ട് വന്നത്. ബാക്കി ഒന്നും ലെവലുള്ള ക്വസ്റ്റ്യൻ അല്ല. അത് നിങ്ങൾ കണ്ടുപരിചയമുള്ള TCS മോഡൽ തന്നെയാണ് വന്നത്. TCS മോഡൽ അല്ലാണ്ട് വന്നത് റീസണിങ്ങിന് മാത്രമാണ്. അത് നിങ്ങൾ ആ സമയത്തുള്ളൊരു പ്രശ്നം മാത്രം. അല്ലാണ്ട് ഇപ്പം നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ എളുപ്പമാണ്. ആ എത്തിക്കൽ ഡയലമ ടൈപ്പ് ക്വസ്റ്റ്യൻ കുറെ വന്നു. നിങ്ങളൊരു എത്തിക്കൽ ഡിസിഷൻ എടുക്കേണ്ട സാധനങ്ങൾ, ഒരു ഡിസിഷൻ മേക്കിങ്ങിന്റെ ക്വസ്റ്റ്യൻസ് കുറെ റീസണിങ്ങിന് എന്തിന് വന്നിട്ടുണ്ട്, സെലക്ഷൻ പോസ്റ്റിന് വന്നിട്ടുണ്ട്. പക്ഷെ അത് എന്തിന് വന്നിട്ടില്ല എന്നാ പറയുന്നത്, Tier 1 വന്നിട്ടില്ല. ക്രിട്ടിക്കൽ റീസണിങ്ങിന്റെ റെക്കോർഡർ ക്ലാസ് ഉണ്ടാവും, 18 മണിക്കൂറിന്റെ റെക്കോർഡർ ക്ലാസ് ഉണ്ട്. അത് കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇത് കാണാനുള്ള സാധനം തരും, റെക്കോർഡർ ക്ലാസ്. ഇത് കണ്ടതിന് ശേഷം നമുക്കൊരു 6 മണിക്കൂറിന്റെ ഒരു 200 ക്വസ്റ്റ്യൻ്റെ ഒരു റാപ്പിഡ് ഫയർ കൂടി ഉണ്ടാവും. 200 ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ ചെയ്യാന്നുള്ളത്. ഓക്കെ, പിന്നെ പ്രോബബിലിറ്റിന്റെ സ്റ്റാറ്റിസ്റ്റിക്സിന്റെയും റെക്കോർഡർ ക്ലാസ് ഉണ്ട്, താഴെയുണ്ട്. എല്ലാത്തിന്റെ ഒരു പ്രോബബിലിറ്റിക്ക് ഒരു 9 മണിക്കൂറുണ്ട്, സ്റ്റാറ്റിസ്റ്റിക്സിന് ഒരു 6 മണിക്കൂറിന്റെ റെക്കോർഡർ ക്ലാസ്. ഇത്രയും ക്ലാസ്സുകൾ മാത്രമേ നിങ്ങൾക്ക് എന്തുള്ളൂ എക്സ്ട്രാ. കഴിഞ്ഞ വർഷം Tier 2 എഴുതാത്ത ആൾക്കാരാണെങ്കിൽ, കഴിഞ്ഞ വർഷം Tier 2 എഴുതിയ ആൾക്കാരാണ്, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം Tier 2 വേണ്ടി പ്രിപ്പയർ ചെയ്ത ആൾക്കാരാണെങ്കിൽ അവർ ഇത് ഓൾറെഡി നോക്കിയിട്ടുണ്ടാവും. കഴിഞ്ഞ വർഷം Tier 2 വേണ്ടി പ്രിപ്പയർ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ അവർക്ക് ഇത്രയും എക്സ്ട്രാ ക്ലാസ്സുകൾ അവർ നിർബന്ധമായിട്ടും കാണേണ്ടി വരും. കാരണം എക്സ്ട്രാ ടോപ്പിക്സിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. റീസണിങ്, ക്രിട്ടിക്കൽ റീസണിങ് ഓൾമോസ്റ്റ് 4 ക്വസ്റ്റ്യനോളം നിങ്ങൾക്ക് Tier 2 വരും. ഓൾമോസ്റ്റ് 4 ക്വസ്റ്റ്യനോളം എന്തായാലും വരും. ഓക്കെ, ഇത്രയാണ് ക്ലാസ്സുകൾ. ഇനി ഇങ്ങനെയാണ് നമ്മളെ ഷെഡ്യൂൾ പോകുന്നത്. ഞാൻ ഒന്ന് ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഒരു ദിവസം ഞാൻ ഓൾറെഡി പറഞ്ഞു നിങ്ങളോട്, നിങ്ങളിപ്പം നിങ്ങൾക്ക് പലർക്കും ഉള്ള ഒരു തെറ്റിദ്ധാരണയായിരിക്കും ഞാൻ എൻ്റെ QAയും RAയും ഒക്കെ സെറ്റാണ്, അതുകൊണ്ട് അതിന് മുകളിൽ ഇനി ഫോക്കസ് ചെയ്യണ്ട, അല്ലെങ്കിൽ അത് ഞാൻ ഡെയിലി ഒരു സെക്ഷൻ 1ന്റെ മോക്ക് എടുക്കുമ്പോൾ അത് ക്ലിയർ ആയി പോരാ. ടോപ്പിക് വൈസ് കൂടി നിങ്ങൾ എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അവസാനമാകുമ്പോഴത്തേക്ക് മാർക്ക് കുറയും, നിങ്ങളെ കണ്ടന്റ് കയ്യിൽ നിന്ന് പോയി പോകും. ഓക്കെ, അപ്പൊ ഈ ഒരു സാധനം സെറ്റ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എക്സ്ട്രാ എഫേർട്ട് ഇടണ്ട. നിങ്ങൾ എക്സ്ട്രാ എഫേർട്ട് വളരെ ലിമിറ്റ് ഇത് ഫോളോ ചെയ്താൽ പിന്നെ വരുന്നൊരു 2-3 മണിക്കൂർ നിങ്ങൾക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഇൻഡിവിജ്വൽ ലെവൽ വെച്ചിട്ട് ഇംഗ്ലീഷിനും GKക്കും കൊടുത്താൽ മതി. ബാക്കിയെല്ലാം നിങ്ങൾ ഇത് ഫോളോ ചെയ്താൽ മതി എന്നുള്ള രീതിയിലാണ് സെറ്റ് ആയത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഓൾറെഡി Tier 1 ക്ലിയർ ചെയ്യാത്തവരുണ്ടെങ്കിലും ഇത് ഷെഡ്യൂൾ ഫോളോ ചെയ്യുമ്പോഴത്തേക്ക് സിലബസ് നിങ്ങൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സെറ്റ് ആവും. ഓക്കെ, ഇത് എങ്ങനെയാ പോകുന്നത് ഞാൻ പറയാം. ഇപ്പൊ ഫസ്റ്റ് ഡേ ആണെങ്കിൽ ഇത് Day 1 ആണ്. 2 ഒക്ടോബറിനാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. 2 ഒക്ടോബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് വിജയദശമി ദിനാണ്. അതിലൊരു കാര്യമില്ല, അത് വേറെ കാര്യം. എന്നാലും കുറെ ആൾക്കാരൊക്കെ
പുസ്തകമൊക്കെ പൂജയ്ക്ക് വെക്കും, എന്നിട്ട് അതെടുക്കുന്ന ദിവസമാണ് എന്ത്? വിജയദശമി ദിനം. നിങ്ങൾ 2 ദിവസം പോയി എന്നല്ലാണ്ട് വേറെ ഒന്നും അതിന് സംഭവിക്കില്ല. അതുകൊണ്ട് അതൊന്നും വേണ്ട കേട്ടോ. പുസ്തകം ഒന്നും പൂജയ്ക്ക് വെക്കൊന്നും വേണ്ട. ആ ദിവസം കൂടി ഇരുന്ന് പഠിച്ചോളാം മര്യാദയ്ക്ക്. സമയമല്ല, കുറെ എക്സാംസ് വരാനുണ്ട്. ഓക്കെ, എന്തായാലും നമ്മൾ തുടങ്ങുന്ന അന്നാണ്. കാരണം ഈ പറഞ്ഞ ഒരു തുടങ്ങുന്ന ആൾക്കാർക്ക് എന്നാലും അത്രയും വിശ്വാസമുള്ളവരുണ്ടാവും. അത്രയും വിശ്വാസമുള്ളവർക്ക് ഈ പൂജയ്ക്ക് വെച്ചില്ലെങ്കിൽ അടുത്ത കൊല്ലം അവരത് നശിച്ചു പോകുന്നൊക്കെ വിചാരിക്കുന്ന ആൾക്ക് ഇല്ലേ 3-4 കൊല്ലം നശിച്ചു കിടക്കുക, അതിനൊന്നും പൂജയ്ക്ക് വെച്ചയക്കും. അതൊന്നും ഒരു വിഷയമല്ല. അങ്ങനത്തെ ആൾക്കാരുണ്ടാവും. എന്നാലും അങ്ങനത്തെ ആൾക്കാർക്ക് ആദ്യത്തെ 2 ദിവസം തന്നെ സ്കിപ്പായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് ക്യാച്ച് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് അതുകൂടി പരിഗണിച്ച് 2-ാം തീയതിയാണ് തുടങ്ങുന്നത്. ഇങ്ങനെയാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ ഒരു ദിവസം 3 Q&A ടോപ്പിക് വൈസ് ടെസ്റ്റ് ഉണ്ടാവും, 3 അപ്പൊ അതിൽ ഫസ്റ്റ് ദിവസം പെർസെന്റേജിന്റെ 2 ടോപ്പിക് വൈസ് ടെസ്റ്റും പെർസെന്റേജിന്റെ ബെസ്റ്റ് ക്വസ്റ്റ്യൻസും. ഈ ബെസ്റ്റ് ക്വസ്റ്റ്യൻസ് പറഞ്ഞാൽ TCS ആൻഡ് പ്രീ TCSലെ ബെസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നിങ്ങൾ എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസ് അതിൽ കവർ ചെയ്തു പോകും. ഈ പ്രാക്ടീസ് മാത്രം മതി. ഇതിൽ കിട്ടാത്ത ക്വസ്റ്റ്യൻസ് നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കണം എന്നുള്ള ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. കിട്ടാത്ത ക്വസ്റ്റ്യൻസ് മാത്രം. ആൻഡ് ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അവസാനിക്കുന്നില്ല. നിങ്ങൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ അതൊക്കെ പെർസെന്റേജ് 1, 2 ഇവിടെ നോക്കി കുറച്ച് 5 ദിവസം കഴിയുമ്പോഴത്തേക്ക് എന്ത് വരുന്നുണ്ട്? പെർസെന്റേജ്. അതായത് നിങ്ങൾക്ക് ഈ സാധനം ഈ പെർസെന്റേജ് എന്തായി പോരുത്? ഈ തുടക്കം വായിച്ചു അല്ലെങ്കിൽ ചെയ്തു എന്ന് വെച്ചിട്ട് അത് എന്തായി പോരുത്? മറന്നു. ഓരോ 6-7 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇത് എന്ത് ചെയ്ത് വരുന്നുണ്ട്? ഈ സാധനം അല്ല, അത് വേറെ സാധനമാണ്, റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. പിന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 7-ാം തീയതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ പെർസെന്റേജ് കാണുന്നുണ്ട്. ഇതിലില്ല, ഇല്ല. അടുത്തത് 14-ാം തീയതി എന്ത് വരുന്നുണ്ട്? പെർസെന്റേജിന്റെ 4 ഉണ്ട്. ഇങ്ങനെ 20 സെറ്റ് പോകുന്നുണ്ട്. 20 സെറ്റ്. അതായത് നിങ്ങൾ ഏറ്റവും അവസാനത്തെ ഷെഡ്യൂൾ എന്നാണോ അന്ന് വരെ നിങ്ങൾക്ക് എന്ത് പോകുന്നുണ്ട്? പെർസെന്റേജ് പോകുന്നുണ്ട്. സോ നിങ്ങളായിട്ട് എന്ത് എടുക്കണ്ട? വേറെ എഫേർട്ട് എടുക്കണ്ട. ഈ സാധനം എന്തായിക്കോളും? കൂടെ വന്നോളും. അപ്പൊ അങ്ങനെയാണ് ഷെഡ്യൂൾ ചെയ്തത്. അപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം ആവറേജ് 1, 2 ആവറേജിന്റെ ബെസ്റ്റ് ക്വസ്റ്റ്യൻ 1. നോക്കിക്കഴിഞ്ഞാൽ അവിടെ നോക്കിക്കഴിഞ്ഞാൽ ടൈം ആൻഡ് ഡിസ്റ്റൻസിന്റെ 1, പെർസെന്റേജിന്റെ 3 ഒരു റിവിഷൻ വന്നു, പെർസെന്റേജിന്റെ ബെസ്റ്റ് ക്വസ്റ്റ്യൻ 2. സോ ഇവിടെ റിവിഷൻ വരുന്നുണ്ട്. എനിക്ക് ഏറ്റവും ലാസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റത്തെ സാധനം എടുത്തു കഴിഞ്ഞാൽ ലാസ്റ്റ് ആയില്ല, എന്നാലും ഡിസംബറിലേക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും റേഷ്യോ പെർസെന്റേജ് ഉണ്ടോ? ഡിസംബർ 7-നും വീണ്ടും ഒന്ന് വന്നിട്ടുണ്ട്, പെർസെന്റേജ് വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറഞ്ഞ കിട്ടാത്ത ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്താക്കി വെക്കണം? നോട്ട് ചെയ്ത് വെക്കണം. ഡെഫിനറ്റ്ലി കിട്ടാത്ത ക്വസ്റ്റ്യൻസ് നിങ്ങൾ റൗണ്ട് ചെയ്ത് വെച്ചിട്ട് അത് നിങ്ങൾ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുക? സൺഡേകളിൽ റിവിഷൻ വെക്കുക. ഓക്കെ, ഇപ്പൊ ഈ Q&A ടോപ്പിക് ഞാൻ പറഞ്ഞ 3 ടോപ്പിക്കുകളായിരിക്കും ഒരു ദിവസം ഉണ്ടാവുക. അത് എത്ര ഷെഡ്യൂൾ, എത്രത്തോളം നിങ്ങൾ ഓരോന്നിനും അലോട്ട് ചെയ്യണം ടൈം എന്നുള്ളത് ഞാൻ പിന്നെ പറയാം ലാസ്റ്റ്. ഒരു സെക്ഷൻ 1ന്റെ മോക്ക് ഡെയിലി ഉണ്ടാവും. സെക്ഷൻ 1ന്റെ GK ഒരു ടോപ്പിക് തരും. GK ക്യൂസ് ടോപ്പിക്. ഇപ്പം കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെവലപ്മെന്റ് ആൻഡ് സോഴ്സസ്, അത് സബ് ടോപ്പിക് ആയിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ഡെവലപ്മെന്റ് ആൻഡ് സോഴ്സസ് ആണ് GKന്റെ അന്നത്തെ ക്യൂസ് ടോപ്പിക്. ഇപ്പൊ GK അങ്ങനത്തെ ക്യൂസ് ടോപ്പിക് അതാണെങ്കിൽ അതിന് ഇപ്പം നമുക്കറിയാം ഇപ്പോഴത്തെ വളരെ ഡീപ്പായിട്ട് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ വർഷം കൊടുത്തില്ലായിരുന്നു, ഈ വർഷം എന്തുകൂടി കൊടുക്കുന്നുണ്ട്? മെറ്റീരിയൽ കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, വളരെ ഡീപ്പായിട്ടുള്ള മെറ്റീരിയൽ. ഇപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ത്യൻ മ്യൂസിക് ആൻഡ് ഡാൻസ് ഫോമിന്റെ മെറ്റീരിയൽ ആണ്. അപ്പൊ ഓരോന്നിന്റെയും വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇതാ ഓൾമോസ്റ്റ് കഴിഞ്ഞില്ല, ട്രൈബൽ ഡാൻസ് ഫോംസ്, ക്യുക്ക് ഏറ്റവും അവസാനം ഒരു ക്യുക്ക് റിവിഷൻ പോലെ ഇത്രയും സാധനം മ്യൂസിക് ആൻഡ് ഡാൻസ് ഫോംസിന്റെ നോട്ട്സ് ഉണ്ട്, ഡീറ്റെയിൽ നോട്ട്. കാരണം സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യണം എന്ത് വേണം? ഡെപ്ത് നോളജ് വേണം. ജസ്റ്റ് ആ ഒരു പെരിഫറൽ നോളജ് കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? ആൻസർ ചെയ്യാൻ പറ്റില്ല. സോ ഇത് GKന്റെ ഒരു മെറ്റീരിയൽ ആണ്. ഇനി അടുത്തൊരു മെറ്റീരിയൽ മറ്റേ യൂറോപ്യൻ കൺട്രീസിന്റെ അഡ്വന്റ് ഓഫ് യൂറോപ്യൻ കൺട്രി മോഡേൺ ഹിസ്റ്ററിയിലെ ഫസ്റ്റ് സബ് ടോപ്പിക് ആണ്. ആ മോഡേൺ ഹിസ്റ്ററിയിലെ ഫസ്റ്റ് സബ് ടോപ്പിക്കിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട്. അപ്പൊ ഈ നോട്ട് വെച്ചിട്ട് അതേപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് അവിടെ വരുന്നുണ്ട്. മന്ത്ലി ബെസ്റ്റ് 100 കറണ്ട് അഫയേഴ്സ്, ബെസ്റ്റ് 100 കറണ്ട് അഫയേഴ്സിന്റെ നോട്ട്സ്. അതായത് ഇതിപ്പം ജനുവരിയിലെ കറണ്ട് അഫയേഴ്സ് ആണ്. ജനുവരിയിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള 100 കറണ്ട് അഫയേഴ്സ് എന്താണോ ആ 100 കറണ്ട് അഫയേഴ്സിന്റെ നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബെസ്റ്റ് 100 കറണ്ട് അഫയേഴ്സ്. ഓക്കെ, ഇത് കൂടാതെ കമ്പ്യൂട്ടറിന്റെ ഞാൻ പറഞ്ഞു, കമ്പ്യൂട്ടറിന്റെ ആ സിലബസിലുള്ള ആദ്യത്തെ 3 ടോട്ടൽ ഒരു 10-12 ടോപ്പിക് ഉണ്ടെങ്കിൽ അതിൽ ആദ്യത്തെ ഒരു 4 ടോപ്പിക്കാണ്. ആ 4 ടോപ്പിക്കിന്റെ ഏറ്റവും ബെസ്റ്റ് 500 ക്വസ്റ്റ്യൻ. ആദ്യത്തെ 4 ടോപ്പിക്. ഇതിന്റെ ക്വിസ് അതാത് സൺഡേകളിൽ ഉണ്ടാവും. കറണ്ട് അഫയേഴ്സിന്റെയും തരുന്ന ക്വിസ് അതാത് സൺഡേകളിൽ ഉണ്ടാവും. സൺഡേ മാത്രമാണ് കറണ്ട് അഫയേഴ്സിന്റെയും എന്തിന്റെയും ക്വിസ്? കമ്പ്യൂട്ടർ അവയർനെസിന്റെയും ക്വിസ്. ഇതിപ്പോ ഓൾമോസ്റ്റ് ആ ടോപ്പിക്കിന്റെ എത്ര ക്വസ്റ്റ്യൻ ഉണ്ട്? 500 ക്വസ്റ്റ്യൻ ഉണ്ട്. ഒരു 150 ക്വസ്റ്റ്യൻ മാത്രമേ ഇവിടെ ഇട്ടിട്ടുള്ളൂ. 500 ക്വസ്റ്റ്യനോളം വരും. ഓക്കെ,
അപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് ആ ദിവസം നിങ്ങൾക്ക് ഒരു ദിവസം കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെവലപ്മെന്റ് ആൻഡ് സോഴ്സസ് എന്നുള്ള സബ് ടോപ്പിക് ആണ് GK-ൻ്റെതുള്ളത്. സബ് ടോപ്പിക് വൈസ് ആണ്, ടോപ്പിക് വൈസ് അല്ല, സബ് ടോപ്പിക്. ഇനി ടോപ്പിക് ഉണ്ടാവും. ചിലപ്പോൾ 2 ടോപ്പിക്കുകൾ വരേണ്ടി വരും, 2 ടോപ്പിക്കുകൾ ചിലപ്പം തരും. ഇതിലില്ലാത്ത കുറെ ടോപ്പിക്സ് ഉണ്ട്. അപ്പൊ അതുകൂടെ ആകുമ്പോഴത്തേക്കും ഈ 2 ടോപ്പിക്കിന്റെ ക്വിസ് ടോപ്പിക് അന്ന് രാവിലെ നിങ്ങൾ ആപ്പിൽ പ്രൊവൈഡ് ആവും. അതേ സാധനത്തിന്റെ ക്വിസ് നമ്മൾ ചെയ്യുന്നത് ഈ ടൈപ്പാണ്. 1-2 ടോപ്പിക് ഞാൻ തരാം ജസ്റ്റ് ഒരു ഇതിന് വേണ്ടിയിട്ട്. നിങ്ങൾക്ക് അറിയുന്ന ക്വിസ് മോഡൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് ക്വിസ് ഒക്കെ സെറ്റ് ആക്കി വെച്ചതാണ്. എല്ലാം സ്റ്റേറ്റ്മെന്റ് ടൈപ്പാണ്. ദ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വാസ് പ്രൈമർലി ഇൻട്രസ്റ്റഡ് ഇൻ ദ സ്പൈസ് ട്രേഡ് ഓഫ് ദ ഇന്തോനേഷ്യൻ archipelago. Statement 2, the Dutch were successful in establishing a long-lasting territorial empire in mainland India. ഈ ടൈപ്പ് സാധനങ്ങൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യണമെങ്കിൽ കുറച്ചൊരു ഡീപ്പ് നോളജ് വേണം. അപ്പൊ ആ നോളജ് ഉള്ള സാധനങ്ങളാണ് നിങ്ങൾക്ക് കണ്ടന്റ് ആയിട്ട് രാവിലെ ആപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നത്, സബ് ടോപ്പിക് വൈസ്. അതിന്റെ ക്വിസ് ആയിരിക്കും നടത്തുക. ഒരു സാധനം കൂടി ഇതേപോലെ തന്നെ ട്രഡീഷൻ ഓഫ് ഇന്ത്യ, മ്യൂസിക് ആൻഡ് ഡാൻസ് ഫോംസ്, ഇന്ത്യൻ മ്യൂസിക് ആൻഡ് ഡാൻസ് ഫോംസിൽ വാങ്കല എന്ന് വായിക്കാം. ഇറ്റ്സ് എ ഹാർവസ്റ്റ് ഡാൻസ് ഓഫ് ദ ഗറോ ട്രൈബ് ഇൻ മേഘാലയ പെർഫോം വിത്ത് 100 drums. അത് ചിലപ്പം പ്രശ്നം ഈ 100 drums ആയിരിക്കും, 100 ആയിരിക്കില്ല. 100 അല്ല, ഞാൻ ചോദിച്ചതാ 100 ആയിരിക്കും. അല്ല, ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഈ ഇഷ്യൂ വരുന്നത് ഇതൊക്കെ ശരിയായിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യനിൽ പ്രശ്നം ചിലപ്പോൾ വരുന്നത് ഈ പറഞ്ഞ സാധനം ഗറോ ട്രൈബിന്റെ മേഘാലയ ആയിരിക്കും, ചിലപ്പോൾ അത് 50 drums ആയിരിക്കും. ആ രീതിയിലായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്യൂസ് വരുക എന്നുള്ള പറഞ്ഞ. അടുത്തത് ഇതെന്താ വായിക്കുക? Chero in Mizoram is popularly known as the bamboo dance and involves rhythmic tapping of bamboo poles. ഏതാ ശരി? 23-ാമത്താണ്. ഓക്കെ, 1, 2 and 4 ആണെന്ന് തോന്നുന്നു. കറക്റ്റ്. ഓക്കെ, റെഡി. ഈ ടൈപ്പ് സാധനങ്ങളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഡീറ്റെയിൽ ആയിട്ട് ആ നോട്ടിന്റെ ഡീറ്റെയിൽ ആയിട്ട് നോട്ട് പ്രൊവൈഡ് ചെയ്യും. നോട്ട് കഴിഞ്ഞ ശേഷം നമ്മൾ പ്രൊവൈഡ് ചെയ്തില്ല. പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ നോട്ട്സ് കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എല്ലാത്തിന്റെയും. അപ്പൊ അതിന്റെ ക്യൂസ് ഉണ്ടാവും. ഇതിന്റെ ക്യൂസ് GK ക്യൂസ് ടോപ്പിക് എന്നതാണ്. ഈ ടോപ്പിക് പ്രൊവൈഡ് ചെയ്യും. അടുത്തത് ഷെഡ്യൂൾസ് ആൻഡ് മേജർ ആർട്ടിക്കിൾസ്. സോ ഇതിന്റെ മെറ്റീരിയൽസ് രാവിലെ പ്രൊവൈഡ് ചെയ്യും. അതിന്റെ ക്യൂസ് അന്ന് നൈറ്റ് ഉണ്ടാവും. ക്യൂസിന്റെ ടൈമിംഗ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം. ഇതേപോലെ തന്നെ QA-ന്റെ ഒരു സെക്ഷണൽ, അതായത് 30 ക്വസ്റ്റ്യൻ ഉള്ള, നമുക്ക് ആപ്പിൽ ടെസ്റ്റ് എടുക്കുന്നില്ല നിങ്ങൾ, നമ്മളെ സെക്ഷൻ 1 30 ക്വസ്റ്റ്യൻ QA, അതിന്റെ ഒരു ക്യൂസ് ആയിട്ടും എന്തിൽ പ്രൊവൈഡ് ചെയ്യും? ആപ്പിൽ പ്രൊവൈഡ് ചെയ്യും ക്വിസ് ആയിട്ട്. ഓക്കെ, ഇംഗ്ലീഷിന്റെ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഇംഗ്ലീഷിന്റെ ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്നതാണ്, PQRS-ഉം പാസേജും ക്ലോസ് ടെസ്റ്റും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിന് 1 മണിക്കൂർ കൊടുക്കണം എന്നുള്ളത്. ഇതിന്റെ ക്വിസ്, അതായത് നിങ്ങൾ ടെസ്റ്റ്, നമ്മൾ ഇതിൽ നിങ്ങൾക്ക് എവിടെ നിന്ന് മെറ്റീരിയൽ എടുക്കുന്നുള്ളത് പല ഡൗട്ടുമാണ് പലർക്കും. TCS വളരെ എളുപ്പമാണ്. അപ്പൊ ഞാൻ കിരണിന്റെ ഒരു ബുക്ക് പറഞ്ഞു നിങ്ങളോട്. പക്ഷെ വളരെ ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് നമ്മൾ തന്നെ മെറ്റീരിയൽ പ്രിപ്പയർ ചെയ്തു. ഇത് നിങ്ങൾക്ക് ടെസ്റ്റ് ആയിട്ട് എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യും ആപ്പിലുണ്ട്. അതാ ദിവസത്തെ ടെസ്റ്റ് വെച്ച് ഒരു സെറ്റ് 1 സെറ്റ് 2 എന്ന് പറഞ്ഞിട്ട് ഡെയിലി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു അരമണിക്കൂർ ഇതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? സ്പെൻഡ് ചെയ്യുക. അരമണിക്കൂർ അതിന്റെ അനാലിസിസിന് വേണ്ടിയിട്ടും സ്പെൻഡ് ചെയ്യുക. സോ PQRS, പാസേജ്, ക്ലോസ് ടെസ്റ്റ്, ഇതിൽ നിങ്ങൾ 1 മണിക്കൂർ ഡെയിലി കൊടുത്തേ പറ്റും. അതുപോലെ തന്നെ വൊക്കാബിന്റെ ക്വിസ് ഉണ്ട്. സോ വൊക്കാബിന്റെ ക്വിസ് നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ABCD ടോപ്പിക് ആണ്, ലെറ്റർ ആണ്. ഇയും പിന്നെ എന്ത് വരുന്നുണ്ട്? AUD വരുന്നുണ്ട് എക്സ്ട്രാ. അതെന്തിനാ വെച്ചാൽ റിവിഷൻ ആയിട്ടാണ്. അപ്പൊ ഇത് വെച്ച് കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കി അറിയാം. EA റിവിഷൻ ഒന്നുകൂടി വരുന്നുണ്ട് ഇവിടെ. പിന്നെ ലാസ്റ്റിലേക്ക് എത്തുമ്പോൾ KD, FJ, QHA. അതായത് ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്ത് വരുന്നുണ്ട്? റിപ്പീറ്റ് ചെയ്ത് വന്നിട്ട് നിങ്ങൾക്ക് അതും എന്താതിരിക്കാൻ, മറന്നു പോവാതിരിക്കാൻ, QA-നെ പോലെ തന്നെ ആ സംഭവം മറന്നു പോവാതിരിക്കാൻ ക്വിസും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, വോക്കാബിന്റെ ക്വിസ്. അപ്പം നോർമലി പ്രൊവൈഡ് ചെയ്യുന്ന സംഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയാണെന്ന് കൺസോളിഡേറ്റ് ചെയ്യുമ്പം ഇത്രയാണ് തരുന്നത്. നിങ്ങൾക്ക് സെഷൻ 1 ടെസ്റ്റ് ഡെയിലി തരും, എക്സെപ്റ്റ് സാറ്റർഡേ ആൻഡ് വെനസ്ഡേ. സാറ്റർഡേയും വെനസ്ഡേയും Tier 2-ന്റെ മോക്ക് ഉണ്ടാവും, ഫുൾ മോക്ക്. അതിലും എന്തുണ്ടാവും? സെക്ഷൻ 1 ഉണ്ടാവും. സെക്ഷൻ 1 അതിലും വരും. ഓക്കെ, വെനസ്ഡേ ആൻഡ് സാറ്റർഡേ ഫുൾ മോക്ക് ഉണ്ട്. ടോപ്പിക് ടെസ്റ്റ് ഞാൻ പറഞ്ഞു, ഓൾ ഡേ എക്സെപ്റ്റ് സൺഡേസ് ആൻഡ് സാറ്റർഡേ നിങ്ങൾക്ക് എന്തുണ്ട്? ടോപ്പിക് വൈസ് ടെസ്റ്റ് QA-ന്റെ വരും. അത് സൺഡേസ് ആൻഡ് സാറ്റർഡേസിൽ നിങ്ങൾക്ക് മിസ്സായി പോയ സാധനങ്ങൾ ഉണ്ടെങ്കിൽ അത് ചെയ്യാം. ഞാൻ മാറ്റി വെക്കാൻ പറഞ്ഞിട്ടുണ്ട് കുറെ ക്വസ്റ്റ്യൻസ്, അതായത് കിട്ടാത്ത ക്വസ്റ്റ്യൻസ് റൗണ്ട് ചെയ്ത് വെക്കാൻ വേണ്ടി. അത് റിവൈസ് ചെയ്യാനുള്ള ടൈം ആയിട്ട് നിങ്ങൾ സാറ്റർഡേ ആൻഡ് സൺഡേ യൂസ് ചെയ്യുക. QA ക്വിസ് 8:30 to 9 മണിയാണ് ഡെയിലി. 9 to 9:15 GK ക്വിസ് ആണ്. ആൻഡ് 9:15 to 9:30 എന്തിന്റെ ക്വിസുമാണ്? വൊക്കാബിന്റെ ക്വിസുമാണ്. ഇതിന്റെ കൂടെ എന്തുകൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? PQRS-ഉം കോംപ്രിഹെൻഷനും ക്ലോസ് ടെസ്റ്റിന്റെയും ടെസ്റ്റ്, ഡെയിലി ടെസ്റ്റ് ആണ്. സോ ഡെയിലി ടെസ്റ്റിൽ PQRS 3 ഉണ്ടാവും, കോംപ്രിഹെൻഷൻ 2 ഉണ്ടാവും, ക്ലോസ് ടെസ്റ്റും 2 ഉണ്ടാവും. അരമണിക്കൂർ ടൈമാണ് സെറ്റ് ചെയ്തത്. അരമണിക്കൂർ നിങ്ങൾക്ക് ടൈം ഉണ്ടാവും.
കിട്ടും. ലാവിഷായിട്ട് വായിച്ചെഴുതാൻ പറ്റും. തെറ്റിക്കാതിരുന്നാൽ മതി. പ്രാക്ടീസ് ചെയ്യുക. കാരണം ടൈം നിങ്ങൾക്ക് ഇഷ്ടം പോലെ കിട്ടുന്ന ടയർ 2. അപ്പോൾ അരമണിക്കൂർ ടൈം സെറ്റ് ചെയ്തു. അരമണിക്കൂർ അതിന്റെ അരമണിക്കൂർ ഒന്നും വേണ്ടി വരില്ല അതിന്റെ അനാലിസിസ്. ഓക്കെ. ഇത് ടൈം അലോട്ട്മെന്റ് നിങ്ങൾക്ക് എങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ മോക്ക് ഇല്ലാത്ത ദിവസം സെക്ഷൻ 1 ടെസ്റ്റും അതിന്റെ അനാലിസിസ് കൂടി ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ. ചിലർക്ക് 2 മണിക്കൂർ എടുക്കും. തുടക്കമൊക്കെ ചിലപ്പോൾ 2 മണിക്കൂർ എടുക്കും. ഇല്ലെങ്കിൽ എത്ര മണിക്കൂർ എടുക്കും? 1.5 മണിക്കൂർ നിങ്ങൾക്ക് അത് ഫിനിഷ് ചെയ്യാൻ പറ്റും. നല്ല മാർക്ക് ഉണ്ടെങ്കിൽ 1.5 മണിക്കൂർ കൊണ്ട് ഫിനിഷ് ചെയ്യാൻ പറ്റും. QA ടെസ്റ്റ് ഡെയിലി ടോപ്പിക് വൈസ് വരുന്നതിന് 2 മണിക്കൂർ നിങ്ങൾ കൊടുക്കണം. അത് നിങ്ങൾക്ക് പലപ്പോഴും അത് എന്താണ് വേസ്റ്റ് ആണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. അത് ഞാൻ കൊടുക്കണോ എൻ്റെ QA സെറ്റല്ല? ചെയ്യരുത്. അങ്ങനെ നിങ്ങൾ ചെയ്താൽ ഒരു 2 മാസം കൊണ്ട് നിങ്ങളെ QA പോയി കിട്ടും. അതൊരിക്കലും ചെയ്യരുത്. ടോപ്പിക് വൈസ് ടെസ്റ്റ് നിങ്ങൾ ഡെഫിനറ്റ്ലി കൊണ്ടുപോയേ പറ്റും. ടോപ്പിക് വൈസ് ടെസ്റ്റിന്റെ കൂടെ കൊണ്ടുപോകണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ അത് നിങ്ങൾക്ക് മെമ്മറിയിൽ അടക്കം എടുക്കും. ദിവസം ഒരു സെക്ഷനൽ അടിച്ചാൽ പോരെ, അതിൽ 30 ഡിഫറെന്റ് ടോപ്പിക്സ് കവർ ചെയ്യുന്നില്ല. എല്ലാ ഏരിയകളും കവർ ചെയ്യുന്നില്ല ഒരിക്കലും സെക്ഷനല്ല. നിങ്ങൾക്ക് അവസാനം എക്സാമിന് ചോദിക്കുന്നത് 2 ക്വസ്റ്റ്യൻ കയ്യിൽ നിന്ന് പോയാൽ മതി. അറിയുന്ന 2 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തെറ്റിപ്പോയാൽ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ഒരു പോസ്റ്റിന് പുറത്താണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. 2 ക്വസ്റ്റ്യൻ മാത്രം നിങ്ങൾ കയ്യിൽ നിന്ന് വിട്ടുപോയാൽ മതി. കമ്പ്യൂട്ടർ അവയർനെസ് 1 മണിക്കൂർ നിങ്ങൾ പഠിക്കാൻ ഉപയോഗിക്കണം. അതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ സോഴ്സ് ഉപയോഗിക്കാം. എന്തായാലും കുഴപ്പമില്ല. നമ്മൾ ഒരു വീക്കിലേക്ക് ഒരു ടോപ്പിക് എന്നുള്ള രീതിയിൽ മെറ്റീരിയൽ ഞാൻ നേരത്തെ കാണിച്ചു തന്നു. 500 ക്വസ്റ്റ്യൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതും യൂസ് ചെയ്യാം. ഓക്കെ. ഇനി ഇതിൽ അത്യാവശ്യം നോളജ് ഉള്ള ആൾക്ക് അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. കമ്പ്യൂട്ടർ അവയർനെസ് അത്യാവശ്യം എനിക്കറിയാം എന്നുള്ള ആൾക്കാർ ഓവറായിട്ട് ടൈം, കാരണം ഇത് ക്വാളിഫയിങ് മാത്രമാണ്. നമുക്ക് 100-ൽ 100 അടിക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ 60-ൽ 60 അടിക്കേണ്ട. 60-ൽ 27 കിട്ടിയാൽ മതി. മാക്സിമം 27 കിട്ടിയത്. അതിൽ നിങ്ങൾ 45 കിട്ടിയാലും നിങ്ങൾക്ക് ഒരു ബെനിഫിറ്റും ഇല്ല. 27 കിട്ടിയവനും 45 കിട്ടിയവനും 60-ൽ 60 കിട്ടിയവനും ഒരേ ഗുണ, വേറെ ഗുണമൊന്നുമില്ല. അപ്പൊ അതിൽ എക്സ്ട്രാ ടൈം മെനക്കെടരുത്. പക്ഷെ തോൽക്കരുത്. തോറ്റാ മൊത്തം പോയി. തോൽക്കരുത്. 18 മാർക്ക് ഏറ്റവും മിനിമം കിട്ടിയിരിക്കണം. ഇല്ല നിങ്ങൾ മറ്റേ 350 അടിച്ചു വെച്ചിട്ട് ഇതിൽ 17 ആയി പോയാൽ തോറ്റ്. പിന്നെ മറ്റേ കൺസിഡർ ചെയ്യൂല. അങ്ങനെ പോയ ആൾക്കാരുണ്ട്. ടെലഗ്രാമിലെ ക്യൂസ് ഉണ്ട്. 1 മണിക്കൂറുണ്ട്. ഞാൻ മൊത്തം പറഞ്ഞു. QA ക്യൂസ് 1/2 മണിക്കൂർ, 15 മിനിറ്റ് GK ക്യൂസ്, 15 മിനിറ്റ് വൊക്കാബിന്റെ ക്യൂസ്. അത് 4-ഉം കൂടി 1 മണിക്കൂർ വരും. കോംപ്രിഹെൻഷൻ ക്ലോസ് ടെസ്റ്റ് PQRS 1 മണിക്കൂറുണ്ട്. കോംപ്രിഹെൻഷൻ ക്ലോസ് ടെസ്റ്റ് PQRS 1/2 മണിക്കൂർ നിങ്ങൾ ടെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ 1/2 മണിക്കൂർ നിങ്ങൾ അനലൈസ് ചെയ്യുക. ചിലപ്പോൾ 3/4 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും. GK 4 hours കൊടുക്കണം. GK 4 hours കൊടുക്കണം നിങ്ങൾ. അതിന് GK നമ്മൾ തരുന്ന മെറ്റീരിയൽ യൂസ് ചെയ്യുക. എക്സ്ട്രാ നിങ്ങളുടെ കയ്യിലുള്ള സാധനം യൂസ് ചെയ്യുക. നിങ്ങൾ നോക്കിയിട്ട് GK എത്ര മണിക്കൂർ കൊടുക്കുക? ഒരു 3 to 4 4 ഇതൊരു 12 മണിക്കൂറിന്റെ ഷെഡ്യൂളാണ്. 12 മണിക്കൂർ ഒന്നും നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഇവിടെ മാത്രമേ നിങ്ങൾ കുറയ്ക്കാവൂ കേട്ടോ. GKയിൽ മാത്രമേ നിങ്ങൾ കുറയ്ക്കാവൂ. നിങ്ങൾക്ക് 12 മണിക്കൂർ കൊടുക്കാൻ പറ്റൂലെങ്കിൽ വേറെ ഒന്നിലും നിങ്ങൾ കുറയ്ക്കരുത്. ഇംഗ്ലീഷ് വൊക്കാബ് നിങ്ങൾ ഒരു 1 മണിക്കൂർ കൊടുക്കണം. മൊത്തം 1, 4, 5, 6, 7, 8, 10, 12 മണിക്കൂർ. 12, 11.5 മണിക്കൂർ. നിങ്ങൾക്ക് കുറയ്ക്കണം തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏതിൽ നിന്ന് കുറയ്ക്കാം? അവിടെ GK എന്ന് മാത്രമേ നിങ്ങൾ എന്താക്കാവൂ? കുറയ്ക്കാം. GK ഒരു 3 മണിക്കൂറിലാക്കി ലിമിറ്റ് ചെയ്യാം. വൊക്കാബ് നിങ്ങൾ പഠിക്കാതിരിക്കരുത്. വൊക്കാബ് പഠിക്കണം. കാരണം ബ്ലാക്ക് ബുക്ക് റെലവെന്റ് ആണോ എന്ന് ചോദിക്കുന്ന ആൾക്കാർക്ക് ബ്ലാക്ക് ബുക്ക് എന്നുള്ള ഇഡിയംസും അതേപോലെ തന്നെ 1 വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനും അതിനൊരു ലിമിറ്റ് ഉണ്ട് ചോദിക്കുന്നതിന്. അപ്പൊ അത് അത്രത്തോളം ചോദിക്കുന്നത് അതിൽ നിന്ന് മാത്രമേ ചോദിക്കൂ. സിനോണിം അന്റോണിം നിങ്ങൾ എത്ര പഠിച്ചാലും അതിന്റെ പുറത്തുനിന്ന് ചോദിക്കുക GKനെ പോലെയാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓൾറെഡി ഉള്ള സിനോണിം അന്റോണിം നിങ്ങൾ പെർഫെക്റ്റ് ആക്കുക. അതിൽ നിന്ന് റൂൾ ഔട്ട് ചെയ്യാൻ പറ്റുന്നത് റൂൾ ഔട്ട് ചെയ്യാം. അത് മാത്രമേ ചെയ്യാൻ പറ്റും. അല്ലാണ്ട് നിങ്ങൾ പുതിയ സിനോണിം അന്റോണിം ഈ 2 മാസം കൊണ്ട് എത്ര പഠിച്ചാലും അതിന്റെ പുറമേ നിന്ന് ചോദിക്കാം. അത്രയും വാസ്റ്റ് സിനോണിം അന്റോണിം. ഓക്കെ. അപ്പൊ ഇതിൽ നിങ്ങൾ കുറയ്ക്കാനുണ്ടെങ്കിൽ നിങ്ങൾ മിക്കവാറും നിങ്ങൾ കുറയ്ക്കുക. ബാക്കി പലതൊന്നാണ്, അത് ചെയ്യരുത്. ഇത് മാത്രമേ നിങ്ങൾ കുറയ്ക്കാവൂ. GK മാത്രം. ഇംഗ്ലീഷ് വൊക്കാബ് അത്രയും സ്ട്രോങ് ആണെങ്കിൽ ഇതിൽ നിന്നും ടൈം അഡ്ജസ്റ്റ് ചെയ്യാം. കാരണം ഇത് ടോപ്പിക് വൈസ് ടെസ്റ്റ് അനാലിസിസ് 2 മണിക്കൂർ നിങ്ങൾക്ക് തോന്നുകയാണ്. അതിൽ നിന്ന് വേണമെങ്കിൽ പെർസെന്റേജിന്റെ 2 ടോപ്പിക് വൈസ് ടെസ്റ്റും ഒരു ബെസ്റ്റ് ക്വസ്റ്റ്യനും ഉണ്ട്. അതിൽ ഒരു ടോപ്പിക് വൈസും ഒരു ബെസ്റ്റ് ക്വസ്റ്റ്യനും ചെയ്താൽ മതി നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഒന്ന് സ്കിപ്പ് ചെയ്യാം. അതൊന്നും കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ അത് ടച്ച് ചെയ്തിരിക്കണം. ഡെഫിനറ്റ്ലി അത് ടച്ച് ചെയ്തിരിക്കണം. അങ്ങനെ ഒന്നേ ചെയ്യാൻ പറ്റുന്നുള്ളൂ. അങ്ങനെയാണ് അത് ഏത് മാത്രം ചെയ്യണം? ആ ബെസ്റ്റ് ക്വസ്റ്റ്യൻ മാത്രം ചെയ്യണം. ഓക്കെ. അപ്പൊ ഒന്നേ ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ബെസ്റ്റ് ക്വസ്റ്റ്യൻ. അത് ടച്ച് ചെയ്യാതെ നിങ്ങൾ ഒരിക്കലും പോകരുത്. 12 മണിക്കൂർ നിങ്ങൾ കൊടുക്കണം. 2 മണിക്കൂർ 2 മാസം 2 മാസം കൊടുത്താൽ മതി. 2-2.5 മാസം ഒരു 12 മണിക്കൂർ നിങ്ങൾ കൊടുത്തേ പറ്റും. ഓക്കെ. ഇനി നിങ്ങൾക്ക് ഇത് ക്യാച്ച് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ ഇത് എവിടെയെങ്കിലും സ്കിപ്പായി പോയാലാണ്, അതിനാണ് സാറ്റർഡേയിലും കുറവാണ്, എന്തിലും കുറവാണ്, സൺഡേ ഫുൾ റിവിഷനാണ്. ആ ദിവസം കൊണ്ട് ഇത് എന്ത് ചെയ്യുക? ഫിനിഷ് ചെയ്യുക. ഓക്കെ. ഇനി മോക്ക് ദിവസം വലിയ വ്യത്യാസമൊന്നുമില്ല. ആ മോക്ക് ടെസ്റ്റിനും അനാലിസിസിനോട് നിങ്ങൾക്ക് എത്ര മണിക്കൂർ പോകും? 3 മണിക്കൂർ പോകുന്നു മാത്രമേ ഉള്ളൂ. 3 മണിക്കൂറായി പോകും. ആ മോക്ക് ഫുൾ മോക്ക് എടുക്കാൻ 2 മണിക്കൂർ എടുക്കും. അതിൻ്റെ ഒരു അനാലിസിസ് കൂടി വരും.
ഈ സാധനങ്ങളൊന്നും നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യല്ലേ. കോംപ്രിഹെൻഷൻ, ക്ലോസ് ടെസ്റ്റ്, PQRS. കാരണം അതിൽ നിങ്ങൾക്ക് Tier 1 പോലെയല്ല, Tier 2 നന്നായിട്ട് മാർക്ക് ഉണ്ട്. ഓൾമോസ്റ്റ് ഒരു 15 ക്വസ്റ്റിനോളം, 15 × 3 45 മാർക്ക് നിങ്ങൾക്ക് അതിൽ നിന്നാണ് വരുന്നത്. ഇതിൽ 5 എണ്ണം തെറ്റിയാൽ പോയി, 20 മാർക്ക് പോയി. അതുണ്ടാവരുത്. അപ്പൊ അത് വേണ്ടിയിട്ട് അത് പ്രാക്ടീസ് ചെയ്താൽ മതി, അതന്നെ പ്രാക്ടീസ് ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ സ്പീഡും കൂടും, നിങ്ങൾക്ക് എങ്ങനെ അതിന്റെ മോണിറ്റർ ചെയ്യുക അല്ലെങ്കിൽ അതെങ്ങനെ അറ്റൻഡ് ചെയ്യുക എന്നുള്ള സാധനങ്ങൾ കയ്യിലേക്ക് വരികയും ചെയ്യും. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു സ്ട്രക്ചർ. നിങ്ങൾ ടൈം അലോട്ട് ചെയ്യേണ്ട സ്ട്രക്ചർ ഇതാണ്. ഇത് ഞാൻ ഓൾറെഡി പ്രൊവൈഡ് ചെയ്യേണ്ടത് എങ്ങനെയാന്ന് പറഞ്ഞു. ഇതാണ് നിങ്ങളുടെ സെക്ഷൻ. ഇതിന്റെ അവസാനത്തേക്കൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സൺഡേ എന്ത് ഡേ ആണ്? റിവിഷൻ ഡേ ആണ്. സൺഡേയിലായിരിക്കും കമ്പ്യൂട്ടർ അവയർനെസ്സിന് എന്ത് വരുന്നത്? ക്വിസ് വരുന്നത്. അന്ന് തന്നെയാണ് കറണ്ട് അഫയേഴ്സിന്റെയും ക്വിസ് വരിക. ഇതൊക്കെ ഫുൾ ഡേന്റെ നിങ്ങൾക്ക് എന്തുണ്ട്? സബ് ടോപ്പിക് വൈസ് ആയിട്ട് GK എന്തുണ്ട്? മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യും. അതേപോലെ തന്നെ ആ മെറ്റീരിയൽസിന്റെ മെറ്റീരിയൽസ് നിങ്ങളുടെ ആപ്പിൽ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കും. അവിടെ നോക്കുക, നിങ്ങൾ പെർസെൻറ്റേജ് പിന്നെയും വന്നു, 5ഉം 6ഉം. സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്, 2, 3. പ്രോബബിലിറ്റി ഉണ്ട്, ക്രിട്ടിക്കൽ റീസണിങ് ഉണ്ട്. ക്രിട്ടിക്കൽ റീസണിങ് കൂടി ഇതിന്റെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ക്രിട്ടിക്കൽ റീസണിങ് കൂടി ഈ ഷെഡ്യൂളിന്റെ കൂടെ. റീസണിങ്ങിന് എന്ത് മാത്രം മതി? നിങ്ങൾ ആ സെക്ഷനിൽ മാത്രം എടുത്താൽ മതി. എക്സ്ട്രാ ടോപ്പിക്സ് നിങ്ങൾ പഠിക്കുക, അതിന്റെ ടോപ്പിക് വൈസ് ടെസ്റ്റ് ചെയ്യുക. ബാക്കി നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ആ ഡെയിലി വരുന്ന സെക്ഷൻ അല്ലേ, സെക്ഷൻ 1, അതിൽ വരുന്ന 30 റീസണിങ്ങൾ എടുത്താൽ തന്നെ റീസണിങ് നിങ്ങൾ കണ്ടന്റ് കൂടിക്കോളും. ഓക്കെ, ഒരുവിധം എല്ലാ ടോപ്പിക്കും നമ്മൾ GKന്റെ എടുത്തിട്ടുണ്ട്. ഇനി GKന്റെ ടോപ്പിക്സ് നമ്മൾ ഒരു ദിവസം 2 എണ്ണം വെച്ച് വരും. നമ്മൾ പുതിയ എന്തുണ്ടെങ്കിൽ ഈ Tier 1 മൊഡ്യൂൾ കിട്ടൂലേ, Tier 1 നിങ്ങളെ ആൻസർ കീ കിട്ടില്ലേ, ആ ആൻസർ കീ കിട്ടുന്ന സമയത്ത് നമുക്ക് പുതിയ ചെയ്യാം. ബട്ട് സെലക്ഷൻ പോസ്റ്റിനെ നോക്കുന്ന സമയത്ത് ഇന്ത്യയും അതേപോലെ തന്നെ നൈബറിങ് കൺട്രീസുമായിട്ടുള്ള ട്രീറ്റീസ് ഒരുപാട് ചോദിച്ചിട്ടുണ്ട്, എല്ലാ സെഷനിലും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത് നമ്മളൊരു നോട്ട് അതിലിട്ടില്ല, ഇതിലിട്ടില്ല, അത് ഇട്ടിട്ടില്ല. അതും ഒരു നോട്ട് ഇതിലേക്ക് ഇടാൻ വിചാരിച്ചിരുന്നു. അപ്പൊ അതും നമ്മളൊക്കെ എല്ലാം ആ സെലക്ഷൻ പോസ്റ്റ് വെച്ചിട്ട് അതിന്റെ സാധനം ആക്കിയിട്ടുണ്ട്. അതിൽ ചോദിച്ച സാധനങ്ങൾ മേജർ ഏതാണ്. അപ്പൊ Tier 1 വരുന്ന സമയത്ത് നമുക്ക് Tier 1 മേജർ ആയിട്ട് ചോദിച്ച സംഭവങ്ങൾ എന്താണോ അതിന്റെയും നോട്ട്സ് വെച്ചിട്ട് നമുക്ക് അതും നോട്ട്സും തരാം, അതിന്റെ ക്വിസും നമുക്ക് നടത്താം. ഓക്കെ, അപ്പൊ ഇതില് ക്വിസിന്റെ ടോപ്പിക്സ് പറഞ്ഞാൽ GK ടോപ്പിക് ഒരുവിധം എല്ലാം. അപ്പൊ അത് നിങ്ങൾ 3 മണിക്കൂറാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ നമ്മളെ മെറ്റീരിയൽ വായിച്ച് അത് ക്വിസ് അറ്റൻഡ് ചെയ്യണം. ബാക്കിയുള്ള സമയം നിങ്ങൾക്ക് എന്താണോ ചെയ്യേണ്ടത് GK അത് ചെയ്യാം, റിവൈസ് ചെയ്യാം. ഓൾറെഡി പഠിച്ച സാധനങ്ങൾ റിവൈസ് ചെയ്തിട്ട് പുതിയതിലേക്ക് പോവാം. മന്ത്ലി കറണ്ട് അഫയേഴ്സ് വരുന്നുണ്ട്, അതിന്റെ കൂടെ അതിനൊരു വീക്ക് തരുന്നുണ്ട് മന്ത്ലി കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിന്റെ ക്വിസ് ലാസ്റ്റ്. കമ്പ്യൂട്ടർ അവയർനെസ് ടോപ്പിക് വൈസ് ആയിട്ട് ഡെയിലി ടെലഗ്രാം ക്വിസ്, GKന്റെ ക്വിസ്. ബാക്കി ഇത് ക്വിസിന്റെ മോഡൽ ഞാൻ ഓൾറെഡി പറഞ്ഞു. ഏതാ ശരി? The Dutch East India Company was primarily interested in the spice trade of the Indonesian archipelago. Statement 2, the Dutch were successful in establishing a long-lasting territorial empire in mainland India. Both are false. In the answer in the statement 1 is true and 2 is false. ആണോ? ഓർമ്മയില്ല അതിന്റെ ആൻസർ എന്താണെന്നുള്ള ഞാൻ നോക്കിയില്ല. ഞാൻ അതിന്റെ ക്വിസ് റെഡിയാക്കിയിട്ട് ഇങ്ങോട്ട് ഇട്ടതാണ്. ഡച്ച് വർ സക്സസ്ഫുൾ എസ്റ്റാബ്ലിഷിംഗ് ലോങ് ലാസ്റ്റിംഗ് ടെറിട്ടോറിയൽ എംപയർ. ഇത് ശരിയായിരുന്നോ? എന്ന് വരെ ഡച്ച് ഉണ്ടായിരുന്നു? ലോങ് ലാസ്റ്റിംഗ് അല്ല. നോക്ക്, എന്തായാലും ഞാൻ പറഞ്ഞത് ഒരു ക്വിസിന്റെ മോഡൽ ഇട്ടാണ്. ഇതിന്റെ കണ്ടന്റുകളൊക്കെ എന്തിലുണ്ട്? ആ തരുന്ന മെറ്റീരിയൽ ഉണ്ടാവും. ഓക്കെ, നിങ്ങൾ പറഞ്ഞു. ഇതാണ് ആ ഒരു മോഡൽ. ഞാൻ ഓൾറെഡി പറഞ്ഞു നിങ്ങളോട്. ഡീറ്റെയിൽ ആണ്, മാക്സിമം ഡീറ്റെയിൽ ആണ്. കറണ്ട് അഫയേഴ്സിൻ്റെത് കമ്പ്യൂട്ടർ. സോ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സോ അങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. എങ്ങനെ ചെയ്യണം എന്നുള്ളതോ എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, ഓൺലൈനിലുള്ള ആൾക്കാർക്കും അതേപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓൺലൈനിലുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. നമ്മൾ ഓൾറെഡി ക്ലിയർ ആണെന്ന് തോന്നുന്നു. ഇതിന്റെ റെക്കോർഡഡ് സാധനം നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. റെക്കോർഡഡ് സാധനം നിങ്ങൾക്ക് കാണാം. ഏറ്റവും മെയിൻ ആയിട്ട് കഴിഞ്ഞ വർഷത്തേക്കുള്ള മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ GKന്റെ മെറ്റീരിയലൂടെ എന്ത് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇപ്പം എല്ലാവർക്കും ഉള്ള കൺഫ്യൂഷൻ എന്തായിരിക്കും? ഇനി എങ്ങനെ GK നോക്കണം,
ഇനി എന്ത് നോക്കണം എന്നുള്ളത്. കാരണം നിങ്ങൾ ഓൾറെഡി പെർമാറും ബാക്കി സാധനങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ടാവും. എല്ലാം സെറ്റായി നിൽക്കുന്ന സമയത്ത് ഇത്രയും ചോദിച്ചിട്ടുള്ളൂ. നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അത്ര ചോദിച്ചാൽ ഇപ്പൊ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളോട് 5 നിങ്ങൾക്ക് അറിയുന്നുള്ളൂ വെച്ചാൽ അതും പറയാൻ പറ്റില്ല. കാരണം അത്രയും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഡെപ്ത് ആയിട്ട് അറിയണം. പെരിഫറലായിട്ട് മാത്രം അറിഞ്ഞാൽ പോരാ. അപ്പൊ ഡെപ്ത് ആയിട്ടുള്ള സാധനം എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യുന്നു. കമ്പ്യൂട്ടർ അവയർനെസിന്റെ മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്വിസും PQRS, കോംപ്രിഹെൻഷൻ, ക്ലോസ് ടെസ്റ്റ്, ഇതും നിങ്ങൾക്ക് എഴുതുന്ന മെറ്റീരിയൽ നോക്കണം എന്നായിരിക്കും. കാരണം കോംപ്രിഹെൻഷൻ ഒന്നും വായിച്ചാൽ പോലും മനസ്സിലാവാത്ത, ക്ലോസ് ടെസ്റ്റിലും അതേപോലെ തന്നെ എന്താണ് അവിടെ കൊടുക്കേണ്ടതെന്ന് പോലും ഒരു തരത്തിലും ഒരു 10 പ്രാവശ്യം വായിച്ചാൽ പോലും മനസ്സിലാവാത്ത ക്ലോസ് ടെസ്റ്റും കോംപ്രിഹെൻഷനും ഈ പ്രാവശ്യത്തെ Tier 1 ചില ഷിഫ്റ്റുകളിൽ ഉണ്ടായിട്ടുണ്ട്. നല്ല ലെവൽ ഇംഗ്ലീഷിലുള്ള ആൾക്കാരാണ് ഇത് പറഞ്ഞത്. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തേ പറ്റും. സിനോണിം വെച്ചിട്ട് ചോദിക്കുകയാണെങ്കിൽ പിന്നെ നമുക്കൊന്നും ചെയ്യാനില്ല. നമുക്ക് അറിയില്ലെങ്കിൽ സാർ പിന്നെ ഈ ഫേസ് എക്സാമിന് കുറെ പുതിയ ടോപ്പിക് വന്നിട്ടില്ലേ? ഈ മോണ്ടി ഹാള്, പിന്നെ ഫ്രേസ് അങ്ങനത്തെ ടൈപ്പ് അതെല്ലാം ഈ Tier 2 വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നോക്കണ്ടോ? നല്ലതായിരിക്കും. കാരണം എന്താ വെച്ചാൽ മോണ്ടിയാൽ പ്രോബ്ലംസ് ഒക്കെ പ്രോബബിലിറ്റിയിൽ വരുന്ന സാധനങ്ങളാണല്ലോ. മൊത്തത്തില് മോണ്ടി ഹാൾ മാത്രമല്ല ഉദ്ദേശിച്ചത്, മൊത്തത്തിൽ കുറെ ടോപ്പിക് നമുക്ക് സിലബസ് ഇല്ലാത്ത പോലെ അങ്ങനത്തെ കുറെ ചോദിച്ചില്ലേ? മെഷീൻ എഫിഷ്യൻസി, പിന്നെ അങ്ങനെ കുറെ ക്വസ്റ്റ്യൻ വന്നിട്ടില്ല. ഇംഗ്ലീഷിലായാലും റീസണിങ്ങിലും എല്ലാത്തിലും മൊത്തത്തിൽ. അത് നല്ലതാണ്. അത് കാരണം Tier 2 ആവുന്ന സമയത്ത് നമുക്കത് നോക്കുന്നത് നല്ലതാണ്. ഈ മോണ്ടി ഹാൾ, ഈ പ്രോബബിലിറ്റി മോണ്ടി ഹാൾ, അതേപോലെ തന്നെ സ്ക്യൂനെസ്, QL വന്ന സ്ക്യൂനെസ്, ഈ ടൈപ്പ് സാധനങ്ങളൊക്കെ എന്തായാലും ചോദിക്കണം. നിങ്ങളെ ഓൾറെഡി സ്റ്റാറ്റിസ്റ്റിക്സ് പ്രോബബിലിറ്റി നിങ്ങളെ പാർട്ടാണല്ലോ. ഈ Tier 1 വരാത്തത് Tier 1 അത് ഇല്ലാത്തത് കൊണ്ടായിരിക്കും. Tier 2 അത് ഉണ്ടല്ലോ, സിലബസിലെ പാർട്ടാണല്ലോ. അപ്പൊ മെഷീൻ ഇതാണെങ്കിൽ നിങ്ങളെ ലോജിക്കൽ റീസണിങ്ങിന്റെ പാർട്ടാണ്. അപ്പൊ അതൊന്നും ചോദിക്കാൻ പറ്റില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അത് സെലക്ഷൻ പോസ്റ്റിന്റെ Tier 1 ഉണ്ടായിട്ട് ഇതിന്റെ Tier 1 ചോദിച്ചിട്ടില്ല. അപ്പൊ അതിലൊരു കുറെയൊക്കെ മാറ്റം എന്തൊക്കെയാണോ ഈ പറഞ്ഞ പെട്ടെന്നുള്ള ഒരു ടീച്ചിങ് ഇഷ്യൂസ് ഒക്കെ മാറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് മാറ്റിയതാണോ അറിയാം. നമ്മൾ പഠിക്കാതെ പോയിട്ട് ഒഴിവായി പോണ്ട. അത് പഠിക്കുന്നതിന് വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. എക്സ്പെക്ട് ചെയ്യാം. എല്ലാം എളുപ്പമുള്ളതാണ്. പുതിയ സാധനങ്ങൾ ചോദിച്ചൊക്കെ വളരെ എളുപ്പമാണ്. ഇപ്പൊ മോണ്ടി ഹോൾ പ്രോബ്ലം ആണെങ്കിലും സ്ക്യൂനസ് ആണെങ്കിലും എല്ലാ സാധനങ്ങളും, ഇപ്പം ബൈനറി ടു ഡെസിമൽ കൺവേർഷൻ ആണെങ്കിലും എല്ലാം വളരെ എളുപ്പമാണ്. അപ്പൊ അത് വളരെ എളുപ്പമുള്ള ടോപ്പിക്സ്. നിങ്ങൾ അത് സ്കിപ്പ് ചെയ്യേണ്ട. ഒറ്റ ദിവസം ഇരുന്ന് കഴിഞ്ഞാൽ എല്ലാം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. പുതിയ ടോപ്പിക്സ് എല്ലാം ഒറ്റ ദിവസം ഇരുന്ന് കഴിഞ്ഞാൽ തറവാക്കാൻ പറ്റുന്ന ടോപ്പിക്സേ ഉള്ളൂ. ഇനി എന്തെങ്കിലും ഡൗട്ട്? കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. നിങ്ങൾ ഒരു ദിവസം പനിച്ചാൽ പോയി, പനിയൊക്കെ വരാതെ സൂക്ഷിക്കാം. അങ്ങനെ അഥവാ പനി വരികയാണെങ്കിലുള്ള ദിവസമാണ് റിവിഷൻ ഡേ ആയിട്ട് എന്ന് കൊടുത്തത്, ഞായറാഴ്ച കൊടുത്തത്. ആ ദിവസം കവർ ചെയ്യാം. കൃത്യമായിട്ട് ഒരു 2.5 മാസം നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ Tier 1 ഉള്ളവരാണെങ്കിൽ Tier 2 നന്നായിട്ട് എക്സൽ ചെയ്യാൻ പറ്റും. ഇനി Tier 1 അഥവാ ഏതെങ്കിലും കാരണവശാൽ കിട്ടിയില്ലെങ്കിൽ CHS വരുന്നുണ്ട്, അല്ലെങ്കിൽ നെക്സ്റ്റ് Tier 1 ഉറപ്പാണ്. അത് വേറെ ഞാൻ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അതായത് ഓൾറെഡി വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ഒരിക്കലും ഇത് ഫോളോ ചെയ്യാൻ പറ്റൂല. അവർക്ക് മാക്സിമം 5 to 6 hours ഫോളോ ചെയ്യാൻ പറ്റൂ. അവർക്ക് വേണ്ടി വേറൊരു ഷെഡ്യൂൾ റെഡി ആക്കിയിട്ടുണ്ട്. അത് അങ്ങനത്തെ ആൾക്കാർ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യും. അവർക്ക് വേണ്ടിയിട്ട് അത് തരാം. അവർക്ക് ഒരിക്കലും ഈ 12 മണിക്കൂർ ഫോളോ ചെയ്യാൻ പറ്റില്ല. അവർക്ക് 5 to 6 hours പറ്റും. അങ്ങനെയാണ്. അത് മതിയില്ല നിങ്ങൾക്കും? അതല്ല നിങ്ങൾ പറയുന്നത്? 5 മണിക്കൂർ ഉണ്ടെങ്കിൽ അത് മതിയെന്ന്. നമ്മൾ ഗ്രാമർ എങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ട്? ഗ്രാമർ നമ്മൾ നീതുസിംഗ് തന്നെ ഡെയിലി ഫോളോ ചെയ്യാവോ? അത് ഓരോ ടോപ്പിക് പഠിച്ചുകൊണ്ടിരിക്കും? ഗ്രാമർ എനിക്ക് ബാക്കി മനസ്സിലായില്ല. ഗ്രാമർ നമ്മൾ എങ്ങനെ ഫോളോ ചെയ്യേണ്ടത്? നീതുസിംഗ് തന്നെ നോക്കിയാൽ മതിയോ? ഗ്രാമർ നിങ്ങൾക്ക് മതി. ഗ്രാമർ നിങ്ങൾ ടോപ്പിക് വൈസ് ആയിട്ട് ചെയ്താൽ മതി. ടോപ്പിക് വൈസ് ആയിട്ട് ഡെയിലി ചെയ്യാം. അത് നിങ്ങൾക്ക് ഗ്രാമർ ഓൾമോസ്റ്റ് ഉണ്ടാവും എന്നുള്ള ധാരണയിലാണ് ഞാനത് പറയാനത്. ഗ്രാമർ നിങ്ങൾ എന്താണോ നോക്കിക്കൊണ്ടിരിക്കുന്നത്, അപ്പൊ നീതു സിംഗിന്റെ ബുക്ക് ആണെങ്കിൽ അത്, ഇനിയല്ല പ്രീ TCS ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ കിരണിന്റെ ഒരു ബുക്ക് ഉണ്ട്, 1997 ഓൺവേർഡ്സ് ഉള്ള ഒരു ബുക്ക് ഉണ്ട്. അത് വായിച്ചിട്ട് അതിന്റെ ടോപ്പിക് വൈസ് ആയിട്ട് ഇതാക്കിയാൽ മതി. ഓക്കെ. ഈ ഷെഡ്യൂൾ കിട്ടണമെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് ആപ്പിൽ, ടെലിഗ്രാം ഗ്രൂപ്പിൽ ഉണ്ടായിരിക്കും. നിങ്ങൾ എല്ലാവരും ആ ടെലിഗ്രാം ഗ്രൂപ്പിൽ അതിന്റെ ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യും. എങ്ങനെയാണ് നിങ്ങൾക്ക് ആപ്പ് ആക്സസ് ചെയ്യുക, ഇതുവരെ ഈ ടീംമേറ്റ്സിന്റെ പാർട്ട് അല്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് എങ്ങനെ ആപ്പ് ആക്സസ് ചെയ്യാന്നുള്ളതും ആപ്പിൽ എങ്ങനെ ഇത് ആക്സസ് ചെയ്യാന്നുള്ളതും അത് ഇതിൽ പ്രൊവൈഡ് ചെയ്യും. നിങ്ങൾക്ക് ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇത് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഒരാൾ മെസ്സേജ് അയച്ചു, അതിന് റിപ്ലൈ ആണ് ഞാൻ പറഞ്ഞത്. വേറെ എന്തെങ്കിലും ഡൗട്ട്?
സർ ആർക്ക് നേരെ എടുത്തിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല? ആപ്പ് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നില്ല എന്നാ? അത് ഇല്ല, പറ്റുന്നില്ല. അത് ഗ്രൂപ്പിൽ പറയും. ടെലഗ്രാം ഗ്രൂപ്പിലുണ്ടോ? ജോയിൻ ചെയ്തോളാം സർ, ചെയ്തോളാം. ജോയിൻ ചെയ്തു, അതിൽ പറയും. ടെലഗ്രാം ഗ്രൂപ്പിൽ അത് പറയൂ കേട്ടോ. നമ്മൾ Tier 2 ഓക്കെ. വേണ്ടിയിട്ട് ഒരു ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട്. ആ ടെലഗ്രാം ഗ്രൂപ്പിൽ അത് പറയും എന്തായാലും. ഉം. ഓക്കെ. ആ അപ്പൊ ഇതിനിടയ്ക്ക് NTPC മെയിൻസ് ഉണ്ട്. NTPC മെയിൻസ് ഉണ്ട്. NTPC മെയിൻസിൽ അപ്പോ നിങ്ങൾ GK ഇത്ര സമയം കൊടുക്കാവും. NTPC അപ്പോ അതിന് മെയിൻസിന് മാത്രമായിട്ട് നിങ്ങൾ GK പ്രിപ്പയർ ചെയ്ത് 10 ദിവസം പോയി കഴിഞ്ഞാൽ നിങ്ങളെ കയ്യിൽ നിന്ന് ബാക്കി പോകും. NTPC മെയിൻസിലും ഇവിടെ ഞാൻ ഷെഡ്യൂൾ പ്രകാരം 5 മണിക്കൂർ നിങ്ങൾക്ക് GK കൊടുക്കാനുണ്ട്. അത് കൊടുക്കുക. ബാക്കി വേറെ ചെയ്യുന്നില്ലേ? ബാക്കി സമയം നിങ്ങൾ മറ്റേ തന്നെ ചെയ്തേ പറ്റും. അത് ചെയ്തില്ലെങ്കിൽ ആ 13 ദിവസം കൂടി ചിലപ്പോൾ നിങ്ങളെ ഇംഗ്ലീഷൊക്കെ നിങ്ങളെ കയ്യിൽ നിന്ന് മൊത്തത്തിൽ പോകും. വേറെ എന്തെങ്കിലും സംശയങ്ങൾ? നിങ്ങൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ നമ്പർ ഇതിൽ എഴുതാം. ഓൺലൈനിലുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അതിലേക്ക് മെസ്സേജ് ഇട്ടാൽ മതി. ഹലോ സാർ. ചോദിക്കും. സാറേ, ഞാനിപ്പം ക്ലാസ് അവിടെ ഓഫ്ലൈൻ ആയിട്ട് എടുത്തിട്ടില്ല. അപ്പം ഞാൻ ട്രിവാൻഡ്രത്താണ്. അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. അപ്പോ മെന്റർഷിപ്പ് പ്രോഗ്രാം ആണ് ചോദിച്ചത്. അപ്പൊ അതിന്റെ എങ്ങനെയായിരിക്കും സാർ? അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഗ്രൂപ്പിൽ തരും. ആ ടെലഗ്രാം ഗ്രൂപ്പിലുണ്ടോ? ഉണ്ട് സാർ, ഉണ്ട്. അതിൽ പറയും. ഇത് കഴിഞ്ഞതിന് ശേഷം അതിൽ പറയും. ഇതിന്റെ റെക്കോർഡഡ് വീഡിയോസ് അതിലിടും. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഇവിടുന്ന് പറയും. ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ. ഹലോ സർ. സർ, ഞാൻ ഷുവർ ഷോട്ട് ബാച്ച് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് വേണ്ടി പ്രത്യേക ബാച്ചാണോ? ബാച്ചാണ്, പക്ഷെ അത് മതി ആക്സസ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ഈ എല്ലാ പ്ലാനും കോഴ്സ് എല്ലാം മെറ്റീരിയൽസ് ഒക്കെ കംപ്ലീറ്റ് കിട്ടും. താങ്ക് യു സർ. വേറെ എന്തെങ്കിലും? നിങ്ങൾക്കൊന്നുമില്ല? ഹലോ സർ. ചോദിക്കും. മോക്ക് ടെസ്റ്റ്, സെക്ഷണൽ എക്സാം അതൊക്കെ ആപ്പ് വഴി എടുക്കേണ്ടതാണോ? എല്ലാം ആപ്പ് വഴി. ഓക്കെ. ടീംമേറ്റ്സ് SSC ആപ്പ്? അതെ, കംപ്ലീറ്റ്ലി ആപ്പ് വഴിയാണ്. ഓക്കെ, താങ്ക് യു. എല്ലാം ഇതിൽ തരുന്ന എല്ലാ സാധനങ്ങളും, മെറ്റീരിയലും എല്ലാ സാധനവും ആപ്പ് വഴിയാണ് പ്രൊവൈഡ് ചെയ്യുക. ഹലോ സാർ. ചോദിക്കൂ സാർ. നമ്മുടെ ഈ ആപ്പ് നമുക്ക് ലാപ്ടോപ്പിൽ യൂസ് ചെയ്യാൻ പറ്റും? തീർച്ചയായിട്ടും ലാപ്ടോപ്പ് പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഫോണിലും പറ്റും, ലാപ്ടോപ്പിലും യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഞാനിപ്പോ നോക്കി, അത് ആപ്പിനകത്ത് ലോഗിൻ ചെയ്യാൻ പറ്റുന്നില്ല. അത് നിങ്ങൾക്ക് യൂസർ ID മറ്റേതെല്ലാം ഒന്ന് ഇതാക്കണം. സെറ്റ് ചെയ്താൽ മാത്രമേ ജോയിൻ ചെയ്യാൻ പറ്റൂ. ഓക്കെ, ഞാൻ നോക്കി, പക്ഷെ ആവുന്നില്ല. ശരി. ഉണ്ടോ? ഓൾറെഡി യൂസർ ID ഉണ്ടോ? ഇല്ല, ഞാൻ പുതിയ ക്രിയേറ്റ് ചെയ്യാൻ നോക്കിയാണ്. പക്ഷെ അത് ഇവിടുന്ന് ആക്സസ് തരണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ശരി സാർ. അത് ഇവിടുന്ന് തരണം, അതുകൊണ്ടാണ്. വേറെ എന്തെങ്കിലും സംശയമുള്ള ആൾക്കാർ? നിങ്ങൾക്ക് അധികം സംശയങ്ങളില്ലെങ്കിൽ നമുക്ക് നിർത്താം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ആ നമ്പർ ഇട്ടില്ല, നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ഇട്ടാൽ മതി, കുഴപ്പമൊന്നുമില്ല. പിന്നെ ആ ഗ്രൂപ്പിൽ നിങ്ങൾ ചോദിച്ചാൽ മതി, ടെലഗ്രാം ഗ്രൂപ്പിൽ ചോദിച്ചാൽ മതി. കൃത്യമായിട്ട് 2.5 മാസം നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് അതിന്റെ ഭയങ്കരമായ ഇമ്പ്രൂവ്മെന്റ് വിസിബിൾ ആവും. നമ്മളെ 2025 4 വന്ന പല റിസൾട്ടും 23 Tier 1 ക്ലിയർ ചെയ്യാതെ 23 ഷെഡ്യൂൾ ഫോളോ ചെയ്ത ആൾക്കാരാണ്. 23 Tier 1 ക്ലിയർ ചെയ്തില്ല, പക്ഷേ ഷെഡ്യൂൾ ഫോളോ ചെയ്തു. 24 എന്തായി മാറി? റിസൾട്ടായി മാറി. നിങ്ങൾ അഥവാ Tier 1 ക്ലിയർ ചെയ്തില്ലെങ്കിലും 2026 ഈസ് US. ഇപ്പൊ അത് പറയാൻ പാടില്ല, എന്നാലും 25 ഈസ് US എന്നേ പറയാൻ പാടുള്ളൂ. നമ്മൾ ഇൻ കേസ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് ഗ്രൂപ്പിൽ പറയൂ കേട്ടോ. ഇത് ആക്സസ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതോ അതിന്റെ ബാക്കി ഡീറ്റെയിൽസ് ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിൽ ആ നമ്പർ ഉണ്ടാവും, ഓഫീസിന്റെ നമ്പറിൽ നിങ്ങൾക്ക് അത് ബന്ധപ്പെടാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ബൈ. താങ്ക് യു സർ. വെൽക്കം. പോയി, എല്ലാവരും പോയി. പോകാത്ത ആൾക്കാരുണ്ടെങ്കിൽ വീക്കിലി നമ്മൾ ഓഫ്ലൈൻ മോക്ക് കൂടി വെക്കുന്നതായിരിക്കും. എല്ലാ വീക്കും ഓഫ്ലൈൻ മോക്ക് കൂടി വെക്കുന്നതായിരിക്കും.